നമുക്കൊരു കഥ കേട്ടാലോ? നമ്മുടെയെല്ലാം ഓർമ്മകൾക്കും അപ്പുറത്തുള്ള ഒരു കാലത്തിന്റെ കഥ. മനുഷ്യനോ മൃഗങ്ങളോ മരങ്ങളോ ഇല്ലാത്ത ഒരു ലോകത്തിന്റെ കഥ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നതിന്റെ കഥ. ഇതൊരു കെട്ടുകഥയല്ല, മറിച്ച് കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് പ്രകൃതി സ്വയം എഴുതിയ ഒരു വലിയ ചരിത്രമാണ്. ആ ചരിത്രത്തിലെ ആദ്യത്തെ താളുകളിലേക്ക് നമുക്ക് മെല്ലെ യാത്ര ചെയ്യാം. ഈ യാത്ര തുടങ്ങുന്നത് സമയത്തിനു പോലും അർത്ഥമില്ലാതിരുന്ന ഒരു കാലത്തു നിന്നാണ്. ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്നീ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഒരു സൂചിക്കുനയുടെ അഗ്രത്തേക്കാൾ ചെറിയ ഒരു ബിന്ദുവിൽ ഒതുങ്ങിയിരുന്നു. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര ചൂടും സാന്ദ്രതയുമുള്ള ഒരിടം. പിന്നെ ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ആ ബിന്ദു വികസിക്കാൻ തുടങ്ങി. മഹാവിസ്ഫോടനം. ആ നിമിഷത്തിലാണ് സമയവും സ്ഥലവും ഊർജവുമെല്ലാം ഉണ്ടാകുന്നത്. ആദ്യത്തെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പ്രപഞ്ചം ചുട്ടുപൊള്ളുന്ന വാതകങ്ങളുടെ ഒരു വലിയ മേഘം മാത്രമായിരുന്നു. പതിയെ പതിയെ അത് തണുക്കാൻ തുടങ്ങി. ഗുരുത്വാകർഷണമെന്ന അദൃശ്യമായ ശക്തി ഈ വാതകങ്ങളെയും പൊടിപടലങ്ങളെയും പലയിടത്തായി ഒന്നിച്ചു ചേർക്കാൻ തുടങ്ങി. അങ്ങനെയുണ്ടായ കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങളിലൊന്നായിരുന്നു നമ്മുടെ താരാപഥമായ ആകാശഗംഗ. അതിനുശേഷം കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. ആകാശഗംഗയിലെവിടെയോ ഒരു വലിയ നക്ഷത്രം അതിന്റെ ഊർജമെല്ലാം എരിഞ്ഞു തീർന്ന് ഒരു ഭീമാകാരമായ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനത്തിന്റെ ഫലമായുണ്ടായ പൊടിപടലങ്ങളും വാതകങ്ങളും പ്രപഞ്ചത്തിൽ ഒരു വലിയ മേഘമായി പരന്നു. ആ മേഘപടലത്തിൽ നിന്നാണ് നമ്മുടെ സൂര്യന്റെയും ഗ്രഹങ്ങളുടെയും കഥ തുടങ്ങുന്നത്. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആ വലിയ വാതകമേഘത്തിന്റെ നടുവിലുള്ള ഭാഗം ഗുരുത്വാകർഷണം കാരണം ഒന്നിച്ചുകൂടി കറങ്ങാൻ തുടങ്ങി. ഒരു പാത്രത്തിലിട്ട് വെള്ളം ചുഴറ്റുമ്പോൾ നടുക്കൊരു കുഴി രൂപപ്പെടുന്നതുപോലെ ആ മേഘം ഒരു വലിയ തളികയുടെ രൂപത്തിൽ അതിവേഗം കറങ്ങി. കറക്കത്തിന്റെ വേഗതയും മർദ്ദവും കൂടിയപ്പോൾ ആ തളികയുടെ കേന്ദ്രഭാഗം ഒരു തീഗോളമായി ജ്വലിക്കാൻ തുടങ്ങി. അതായിരുന്നു നമ്മുടെ സൂര്യന്റെ ജനനം. സൂര്യൻ രൂപപ്പെട്ടതിനു ശേഷം ബാക്കി വന്ന പൊടിപടലങ്ങളും പാറക്കഷ്ണങ്ങളും ആ തളികയിൽ സൂര്യനു ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. ചെറിയ മൺതരികൾ കൂട്ടിയിടിച്ച് കല്ലുകളാകുന്നതുപോലെ ഈ പാറക്കഷ്ണങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് വലിയ പാറകളായി. ആ പാറകൾ കൂടിച്ചേർന്ന് ഭീമാകാരമായ ഗോളങ്ങളായി മാറി. അങ്ങനെയുണ്ടായ 8 വലിയ ഗോളങ്ങളിലൊന്നായിരുന്നു ഭൂമി. പക്ഷേ അന്നുണ്ടായ ഭൂമിക്ക് ഇന്നത്തെ രൂപവുമായി ഒരു സാമ്യവുമുണ്ടായിരുന്നില്ല. അതൊരു തിളച്ചുമറിയുന്ന നരകമായിരുന്നു. നിരന്തരമായി നടക്കുന്ന ഉൽക്കാപതനങ്ങളും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ വിഘടനവും കാരണം ഭൂമിയുടെ ഉപരിതലം ഉരുകിയ ലാവയുടെ ഒരു സമുദ്രം പോലെയായിരുന്നു. പാറയും ലോഹങ്ങളും ദ്രാവക രൂപത്തിൽ തിറച്ചുമറിഞ്ഞു. ഭാരമുള്ള ഇരുമ്പും നിക്കലും പതിയെ പതിയെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്ക് താഴ്ന്നുപോയി ഒരു കാമ്പ് രൂപപ്പെട്ടു. ഭാരം കുറഞ്ഞ പാറകൾ ഉപരിതലത്തിൽ പൊങ്ങിക്കിടന്നു. അന്തരീക്ഷമോ വിഷവാതകങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒരു ജീവനും അവിടെ നിലനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഏകദേശം 10 കോടി വർഷങ്ങൾ കഴിഞ്ഞു കാണും. അപ്പോഴാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കൂട്ടിയിടി നടക്കുന്നത്. ചൊവ്വരുടെ അത്ര വലിപ്പമുള്ള തിയ എന്നൊരു യുവഗ്രഹം അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് തെന്നിമാറി ഭൂമിയുമായി അതിശക്തമായി കൂട്ടിയിടിച്ചു. ആ കൂട്ടിയിടിയുടെ ആഘാതം സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 2 ഗ്രഹങ്ങളും ഭാഗികമായി ഉരുകിച്ചേർന്നു. ഇടിയുടെ ശക്തിയിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു വലിയ ഭാഗം അടർന്നു തെറിച്ച് ശൂന്യതയിലേക്ക് ചിതറി. ആ പാറക്കഷ്ണങ്ങളും ഉരുകിയ ലാവയും ഭൂമിക്ക് ചുറ്റും ഒരു വലയം പോലെ കറങ്ങാൻ തുടങ്ങി. കാലക്രമേണ ഗുരുത്വാകർഷണം ആ വലയത്തിലെ കഷ്ണങ്ങളെ പരസ്പരം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരൊറ്റ ഗോളമായി അത് മാറി. അതാണ് നമ്മുടെ ചന്ദ്രൻ. ഭൂമിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം. ഈ സംഭവം ഭൂമിക്ക് ഒരു കൂട്ടുകാരിയെ നൽകുക മാത്രമല്ല ചെയ്തത്. ആ ഇടിയുടെ ഫലമായി ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചെറിയ ചരിവുണ്ടായി. ആ ചരിവാണ് നമുക്കിന്ന് വ്യത്യസ്തമായ കാലാവസ്ഥകളും ഋതുക്കളും നൽകുന്നത്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ കറക്കത്തെ സ്ഥിരപ്പെടുത്തി വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാക്കി. ചന്ദ്രൻ രൂപപ്പെട്ടതിനു ശേഷവും ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഭൂമിയിൽ ഉൽക്കകൾ ഒരു മഴ പോലെ പെയ്തുകൊണ്ടിരുന്നു. അന്ത്യഘട്ട ഘനവർഷം, ലേറ്റ് ഹെവി ബോംബാർഡ്മെന്റ് എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഭൂമിയിൽ നിരന്തരമായി പതിച്ചുകൊണ്ടിരുന്നു. ഐസും പാറയും നിറഞ്ഞ ഈ വാൽനക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഒരു അമൂല്യമായ സമ്മാനമായിരുന്നു: ജലം. കോടിക്കണക്കിന് ലിറ്റർ വെള്ളം അങ്ങനെ ഭൂമിയിലെത്തി.
അതേസമയം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തുവന്ന നീരാവി അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. കാലക്രമേണ ഭൂമിയുടെ ഉപരിതലം തണുക്കാൻ തുടങ്ങിയപ്പോൾ ഈ നീരാവി തണുത്തുറഞ്ഞ് മഴയായി പെയ്യാൻ തുടങ്ങി. അതൊരു സാധാരണ മഴയായിരുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു പെരുമഴക്കാലം. ആ മഴവെള്ളം ഭൂമിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും കൂറ്റൻ ഗർത്തങ്ങളിലും നിറഞ്ഞു. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ മഹാസമുദ്രങ്ങൾ രൂപം കൊണ്ടത്. ഒടുവിൽ ആ നീണ്ട മഴക്കാലം അവസാനിച്ചപ്പോൾ ഭൂമിയുടെ രൂപമാകെ മാറിയിരുന്നു. തിളച്ചുമറിയുന്ന ഒരു തീഗോളമായിരുന്ന അവൾ ഇപ്പോൾ കറുത്ത പാറകൾ നിറഞ്ഞ കരകളും നീലനിറമുള്ള സമുദ്രങ്ങളുമുള്ള ഒരു ജലഗോളമായി മാറി. പ്രപഞ്ചത്തിന്റെ ആ വലിയ ഇരുട്ടിൽ അതൊരു നീലരത്നം പോലെ തിളങ്ങി. പക്ഷെ അപ്പോഴും ആ ലോകം നിശബ്ദമായിരുന്നു. തിരമാലകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ലായിരുന്നു. ജീവന്റെ ഒരു തുടിപ്പ് പോലും ആ മണ്ണിലോ വെള്ളത്തിലോ ഉണ്ടായിരുന്നില്ല. ഒരു വീട് പണിത് അതിൽ താമസിക്കാൻ ആളില്ലാത്ത അവസ്ഥ പോലെ. ജീവന് ജീവിക്കാൻ വേണ്ടതെല്ലാം അവിടെ ഒരുങ്ങിയിരുന്നു. പക്ഷേ ആ ജീവൻ എവിടെ നിന്ന് വരും? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിപ്പിച്ചു വെച്ചത് ആ പുതിയതായി രൂപം കൊണ്ട സമുദ്രങ്ങളുടെ ആഴങ്ങളിലായിരുന്നു. ഭൂമി ഒരു നീലഗോളമായി മാറിയിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അതിവിശാലമായ സമുദ്രങ്ങൾ ഭൂഖണ്ഡങ്ങളെ തലോടിക്കൊണ്ട് ശാന്തമായി പരന്നുകിടന്നു. കരയിലാകട്ടെ അഗ്നിപർവ്വതങ്ങൾ തണുത്തുറഞ്ഞുണ്ടായ കറുത്ത പാറകൾ മാത്രം. ഇന്നത്തെ പോലെ മണ്ണോ മരങ്ങളോ പുല്ലോ ഒന്നുമില്ല. സൂര്യരശ്മിക്ക് പോലും ശക്തി കുറവായിരുന്നു. കാരണം ഇന്നുള്ളതിൻ്റെ 70% പ്രകാശമേ അന്ന് സൂര്യനുണ്ടായിരുന്നുള്ളൂ. അന്തരീക്ഷം ഇപ്പോഴത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. പ്രാണവായുവായ ഓക്സിജൻ ഇല്ലെന്ന് തന്നെ പറയാം. പകരം കാർബൺ ഡയോക്സൈഡും മീഥെയ്നും നൈട്രജനും നിറഞ്ഞ കട്ടിയുള്ള ഒരു പുതപ്പായിരുന്നു ഭൂമിയെ പൊതിഞ്ഞിരുന്നത്. അതുകൊണ്ട് അക്കാലത്തെ ആകാശത്തിന് ഇളം ഓറഞ്ചും പിങ്കും കലർന്ന ഒരു നിറമായിരുന്നിരിക്കണം. ആ ലോകം തികച്ചും നിശബ്ദമായിരുന്നു. തിരമാലകൾ പാറക്കെട്ടുകളിൽ വന്നടിക്കുന്ന നേർത്ത ശബ്ദം, ഇടയ്ക്കിടെ ദൂരെ എവിടെയോ സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള മുഴക്കം, പിന്നെ ശൂന്യമായ കരയിലൂടെ ആറ്റുവീശുന്നതിൻ്റെ നേർത്ത ചൂളം വിളിയും മാത്രം. ഒരു ജീവിയുടെ ശബ്ദമില്ല, ഒരു ഇലയണക്കമില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന ചോദ്യം അന്ന് പ്രസക്തമായിരുന്നില്ല. കാരണം ഈ നീലഗ്രഹം അപ്പോഴും ശൂന്യമായിരുന്നു. എന്നാൽ ഈ നിശബ്ദതയ്ക്ക് താഴെ ആഴക്കടലിൻ്റെ അടിത്തട്ടിൽ ഭൂമിയുടെ പുറന്തോടിലെ വിള്ളലുകളിലൂടെ ഉള്ളറകളിലെ മാഗ്മയുടെ ചൂടേറ്റ വെള്ളം ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. ഹൈഡ്രോതെർമൽ വെന്റുകൾ എന്ന് ഇന്നു നാം വിളിക്കുന്ന ഈ പ്രതിഭാസം ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ പരീക്ഷണശാലയായിരുന്നു എന്ന് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നു. ഈ ചുടുനീരുറവുകൾ പുറന്തള്ളുന്നത് വെറും വെള്ളം മാത്രമായിരുന്നില്ല. ഭൂമിയുടെ ഉള്ളറകളിൽ നിന്നുള്ള ധാതുക്കളും രാസവസ്തുക്കളും അതിൽ ധാരാളമായി ലയിച്ചു ചേർന്നിരുന്നു. ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയ്ൻ, അമോണിയ തുടങ്ങിയ സംയുക്തങ്ങൾ ആ ചുടുവെള്ളത്തിൽ നിറഞ്ഞിരുന്നു. ഈ ചുടുനീരുറവുകൾക്ക് ചുറ്റുമുള്ള ഭാഗം ഒരു രാസസൂപ്പ് പോലെയായിരുന്നു. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളും രൂപപ്പെടാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇവിടെ ആയിരിക്കാം ആദ്യമായി ഒത്തുവന്നത്. ഒപ്പം ഭൂമിയിൽ പതിച്ചുകൊണ്ടിരുന്ന ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ബഹിരാകാശത്തുനിന്ന് പലതരം കാർബണിക സംയുക്തങ്ങളെ ഭൂമിയിൽ എത്തിച്ചിരുന്നു. ഈ സംയുക്തങ്ങൾ സമുദ്രജലത്തിൽ കലർന്നു. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയിലെ സമുദ്രങ്ങൾ ജീവന്റെ ഇഷ്ടികകൾ എന്ന് വിളിക്കാവുന്ന രാസവസ്തുക്കളാൽ സമ്പന്നമായി. ഈ ഇഷ്ടികകൾ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ആ സമുദ്രങ്ങളിൽ വെറുതെ ഒഴുകി നടന്നു. അവ പരസ്പരം കൂടിച്ചേർന്നു, വേർപിരിഞ്ഞു. കോടാനുകൂടി തവണ ഈ കൂടിച്ചേരലുകൾ യാദൃശ്ചികമായി സംഭവിച്ചിട്ടുണ്ടാവാം. ഒരു താളമില്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ. അതൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ശരിയായ ചേരുവകൾ ശരിയായ അളവിൽ ശരിയായ ഊർജത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചു ചേരാനുള്ള പ്രകൃതിയുടെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. അങ്ങനെയിരിക്കെ ഏകദേശം 380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ഭാഗ്യനിമിഷത്തിൽ ആ അത്ഭുതം സംഭവിച്ചു. ആഴക്കടലിന്റെ ആ ഇരുണ്ട കോണിൽ ഒരു ചുടുനീരുറവയുടെ സമീപത്ത് പല രാസവസ്തുക്കൾ യാദൃശ്ചികമായി ഒന്നിച്ചു ചേർന്ന് ഒരു പ്രത്യേക തന്മാത്ര രൂപപ്പെട്ടു. അതിന് അതുവരെ മറ്റാർക്കുമില്ലാതിരുന്ന ഒരു കഴിവുണ്ടായിരുന്നു. തന്റെ അതേപോലൊരു പകർപ്പുണ്ടാക്കാനുള്ള കഴിവ്. ഒരുപക്ഷെ അത് RNA എന്ന തന്മാത്രയായിരിക്കാം എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ആ നിമിഷം നിർജീവമായ രാസവസ്തുക്കളുടെ ലോകത്ത് നിന്ന് ജീവനുള്ളവയുടെ ലോകത്തേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അത്. അതായിരുന്നു ഭൂമിയിലെ ആദ്യത്തെ ജീവന്റെ തുടിപ്പ്. ആരും കാണാനോ അറിയാനോ ഇല്ലാതെ
ആഴക്കടലിന്റെ അടിത്തട്ടിൽ സംഭവിച്ച ആ ചെറിയ സംഭവം ഈ ലോകത്തിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതാൻ പോന്നതായിരുന്നു. ആദ്യത്തെ ആ തന്മാത്ര അതിന്റെ പകർപ്പുണ്ടാക്കി. ഇപ്പോഴവ രണ്ടായി, ആ 2 4ആയി, 4 8ആയി. അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ പടർന്നു പിടിക്കാൻ തുടങ്ങി. അതൊരു വലിയ സൈന്യമായിരുന്നില്ല, കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കാത്തത്ര ചെറിയ കണികകൾ. എങ്കിലും അവയ്ക്ക് പ്രകൃതിയുടെ അടിസ്ഥാന നിയമം മനസ്സിലായിരുന്നു: നിലനിൽക്കുക, വളരുക, പെരുകുക. കാലക്രമേണ ഈ സ്വയം വിഭജിക്കുന്ന തന്മാത്രകൾക്കു ചുറ്റും കൊഴുപ്പുകൊണ്ടുള്ള ഒരു നേർത്ത പാട, ഒരു സംരക്ഷണ കവചം പോലെ രൂപപ്പെട്ടു. അതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ കോശം അഥവാ സെൽ. ജീവന്റെ രാസപ്രവർത്തനങ്ങൾക്കെല്ലാം നടക്കാൻ സുരക്ഷിതമായ ഒരിടം. പുറത്തുള്ള അപകടങ്ങളിൽ നിന്ന് ആ കവചം അതിന് സംരക്ഷിച്ചു. അതോടെ ജീവൻ അതിന്റെ യാത്രയിലെ ആദ്യത്തെ നിർണായകമായ ഘട്ടം പിന്നിട്ടു. ഈ ആദ്യത്തെ ജീവികൾ വളരെ ലളിതമായിരുന്നു. ഒരു കോശം മാത്രമുള്ള ഇന്നത്തെ ബാക്ടീരിയകളെ പോലെയുള്ള സൂക്ഷ്മജീവികൾ. അവയ്ക്ക് കണ്ണുകളോ തലച്ചോറോ ചിന്തകളോ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമേ അവയുടെ ജനിതക ഘടനയിൽ എഴുതപ്പെട്ടിരുന്നുള്ളൂ: എങ്ങനെയും അതിജീവിക്കുക. അതിനായി അവ ചുറ്റുമുള്ള രാസവസ്തുക്കളെ വിഘടിപ്പിച്ച് ഊർജം കണ്ടെത്തി. ആഴക്കടലിലെ ചൂടും ഊർജവും അവയെ വളരാൻ സഹായിച്ചു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഈ സൂക്ഷ്മജീവികൾ ആഴക്കടലിന്റെ അടിത്തട്ടിൽ മാത്രമായി ഒതുങ്ങിക്കൂടി. ഭൂമിയുടെ ഉപരിതലം അപ്പോഴും ശൂന്യമായി, നിശബ്ദമായി തുടർന്നു. പക്ഷേ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒരു നിശബ്ദ വിപ്ലവം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഈ കുഞ്ഞൻ ജീവികൾ ഭൂമിയുടെ കഥയിലെ അടുത്ത അധ്യായം എഴുതാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവരുടെ വളർച്ച ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെയും ഭൂപ്രകൃതിയെയും എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. ഭൂമിയിൽ ആദ്യത്തെ ജീവന്റെ തുടിപ്പുണ്ടായിട്ട് ഏകദേശം 100 കോടി വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഭൂമി മനുഷ്യർക്ക് തികച്ചും അപരിചിതമായ ഒരിടമായിരുന്നു. ആഴക്കടലിന്റെ അടിത്തട്ടിൽ ചുടുനീരുറവുകളുടെ നേരിയ വെളിച്ചത്തിലും ചൂടിലും ഒതുങ്ങിക്കൂടിയിരുന്ന സൂക്ഷ്മജീവികൾക്ക് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല. അവരുടെ ലോകം ആ ഇരുണ്ട പാതാളം മാത്രമായിരുന്നു. അവിടെയുള്ള രാസവസ്തുക്കൾ ഭക്ഷിച്ചും വിഭജിച്ചും അവർ തലമുറകളെ സൃഷ്ടിച്ചു. ഭൂമിയുടെ ഉപരിതലം അപ്പോഴും ശൂന്യവും വിജനവുമായിരുന്നു. കറുത്ത പാറകൾ നിറഞ്ഞ ഭൂഖണ്ഡങ്ങളും ഓറഞ്ച് കലർന്ന ആകാശവും ആഴം കുറഞ്ഞ സമുദ്രങ്ങളും. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 0-ത്തിനടുത്തായിരുന്നു. എന്നാൽ പ്രകൃതിയുടെ നിയമം എപ്പോഴും മുന്നോട്ടുള്ള പ്രയാണമാണ്. മാറ്റമില്ലാത്തതായി ഒന്നുമില്ല. ജീവന്റെ കാര്യത്തിലും അത് സത്യമായിരുന്നു. ആഴക്കടലിന്റെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞിരുന്ന ജീവികൾക്കിടയിൽ മത്സരം വർദ്ധിച്ചു. ഭക്ഷണത്തിനും സ്ഥലത്തിനും വേണ്ടിയുള്ള ആ മത്സരത്തിൽ ചില കോശങ്ങൾക്ക് ആകസ്മികമായി ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഈ മാറ്റങ്ങളെയാണ് നാം പരിണാമം എന്ന് വിളിക്കുന്നത്. ചില സൂക്ഷ്മജീവികൾ പതിയെ പതിയെ സമുദ്രത്തിന്റെ മുകൾ പരപ്പിലേക്ക് യാത്ര തുടങ്ങി. അതൊരു വലിയ സാഹസിക യാത്രയായിരുന്നു. കാരണം അതുവരെ അവർ ജീവിച്ചിരുന്ന ഇരുണ്ട ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി മുകൾ പരപ്പിൽ ഒരു പുതിയ ശക്തി ഉണ്ടായിരുന്നു: സൂര്യൻ. സൂര്യപ്രകാശം ഊർജത്തിന്റെ ഒരു വലിയ സ്രോതസ്സായിരുന്നു. പക്ഷേ അതോടൊപ്പം ഒരപകടവും അതിൽ പതിയിരിപ്പുണ്ടായിരുന്നു: അൾട്രാ വയലറ്റ് രശ്മികൾ. ഇന്നത്തെ പോലെ ഓസോൺ പാളി ഇല്ലാത്തതുകൊണ്ട് അപകടകാരികളായ ഈ രശ്മികൾ ഒരു തടസ്സവുമില്ലാതെ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ പതിച്ചുകൊണ്ടിരുന്നു. അത് ജീവകോശങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നു. ഈ പുതിയ ലോകത്ത് അതിജീവിക്കാൻ ജീവൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടിയിരുന്നു. ചില കോശങ്ങൾ യാദൃശ്ചികമായ ജനിതകമാറ്റങ്ങൾ വഴി സൂര്യരശ്മിയിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ കഴിവുള്ള ചില വർണ്ണകണികകൾ അഥവാ പിഗ്മെന്റ്സ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഒരു കുട ചൂടി വെയിലിൽ നിന്ന് രക്ഷ നേടുന്നതുപോലെ ഈ വർണ്ണകണികകൾ കോശങ്ങളെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിച്ചു. ഇതൊരു വലിയ മുന്നേറ്റമായിരുന്നു. അതോടെ ജീവന് സമുദ്രത്തിന്റെ മുകൾ പരപ്പിലെ തെളിഞ്ഞ വെള്ളത്തിൽ ജീവിക്കാൻ സാധിച്ചു. അങ്ങനെയിരിക്കെയാണ് ജീവന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടക്കുന്നത്. ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ വർണ്ണകണികകളുള്ള ഏതെങ്കിലും ഒരു കോശത്തിന് മറ്റൊരു യാദൃശ്ചികമായ ജനിതകമാറ്റം സംഭവിച്ചു. സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്താൻ മാത്രമല്ല, ആ പ്രകാശത്തിലെ ഊർജത്തെ ആഗിരണം ചെയ്യാനും ആ ഊർജം ഉപയോഗിച്ച് തനിക്കുവേണ്ട ഭക്ഷണം സ്വയം നിർമ്മിക്കാനും അതിന് സാധിച്ചു. ഈ പ്രക്രിയയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. അതൊരു വിപ്ലവകരമായ കണ്ടുപിടുത്തമായിരുന്നു.
അതുവരെ ജീവൻ നിലനിന്നിരുന്നത് ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള രാസവസ്തുക്കളെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് വരുന്ന ഒരിക്കലും തീരാത്ത ഒരു ഊർജ്ജ സ്രോതസ്സിനെ ഉപയോഗിക്കാൻ ജീവൻ പഠിച്ചിരിക്കുന്നു. ജലവും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡും സൂര്യപ്രകാശവും ഉപയോഗിച്ച് ഈ പുതിയ ജീവികൾ പഞ്ചസാരയുടെ രൂപത്തിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഈ കഴിവ് നേടിയെടുത്ത സൂക്ഷ്മജീവികളായിരുന്നു സൈനോബാക്ടീരിയ അഥവാ നീലഹരിത പായലുകൾ. അതോടെ അവർ ഈ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ പവറായി മാറി. അവർക്കിനി ആഴക്കടലിലെ ചുടുനീരുറവുകളെ ആശ്രയിക്കേണ്ടതില്ലായിരുന്നു. എവിടെയെല്ലാം സൂര്യപ്രകാശവും വെള്ളവുമുണ്ടോ അവിടെയെല്ലാം അവർക്ക് വളരാമായിരുന്നു. അവർ വളരെ വേഗത്തിൽ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ആഴം കുറഞ്ഞ തീരങ്ങളിൽ ഈ സൈനോബാക്ടീരിയകൾ വലിയ കോളനികളായി വളർന്നു. അവ ധാതുക്കളുമായി ചേർന്ന് പാളികളായി ഉറച്ച് പാറ പോലെയുള്ള ഘടനകൾ രൂപപ്പെടുത്തി. സ്ട്രൊമാറ്റോലൈറ്റുകൾ എന്നറിയപ്പെടുന്ന ഈ ജീവനുള്ള പാറകൾ ഭൂമിയിലെ ജീവന്റെ ആദ്യത്തെ അടയാളങ്ങളിലൊന്നായി ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നു. അതൊരു സുവർണ കാലഘട്ടമായിരുന്നു. സൈനോബാക്ടീരിയകൾ ഭൂമിയിലെ സമുദ്രങ്ങളെ പച്ചപ്പരവതാനി വിരിച്ചതുപോലെ കീഴടക്കി. എന്നാൽ അവർ അറിയാതെ അവരുടെ ഈ വലിയ വിജയം ഈ ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. കാരണം പ്രകാശ സംശ്ലേഷണം എന്ന ഈ പ്രക്രിയയ്ക്ക് ഒരു ഉപോൽപ്പന്നം ഉണ്ടായിരുന്നു, ഒരു വേസ്റ്റ് പ്രോഡക്റ്റ്. അതാണ് ഓക്സിജൻ. അന്നത്തെ ലോകത്തിന് ഓക്സിജൻ ഒരു വിഷവാതകമായിരുന്നു. ഇരുമ്പ് തുരുമ്പെടുപ്പിക്കുന്നതുപോലെ മറ്റു തന്മാത്രകളുമായി വളരെ വേഗത്തിൽ പ്രതിപ്രവർത്തിക്കുന്ന ഒരു വാതകമായിരുന്നു അത്. അന്നുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭൂരിഭാഗം സൂക്ഷ്മജീവികളും വായുരഹിത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്നവരായിരുന്നു. അവർക്ക് ഓക്സിജൻ അതിജീവിക്കാൻ കഴിയാത്ത ഒരു വിഷമായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങളോളം സയനോബാക്ടീരിയകൾ പുറത്തുവിട്ട ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോയില്ല. പകരം അത് സമുദ്രജലത്തിൽ ലയിച്ചു ചേർന്നിരുന്ന ഇരുമ്പുമായി പ്രതിപ്രവർത്തിച്ചു. ഈ പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായി ഇരുമ്പ് തുരുമ്പെടുത്ത് അയൺ ഓക്സൈഡായി മാറി. ഈ തുരുമ്പിന്റെ കോടിക്കണക്കിന് കണികകൾ പതിയെ പതിയെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഈ പ്രക്രിയ തുടർന്നു. അങ്ങനെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ചുവന്ന നിറത്തിലുള്ള ഇരുമ്പിന്റെ വലിയ പാളികൾ രൂപം കൊണ്ടു. ബാൻഡഡ് അയൺ ഫോർമേഷൻസ് എന്ന് വിളിക്കുന്ന ഈ പാറക്കെട്ടുകൾ ഇന്നും ലോകത്തിലെ ഇരുമ്പയിരിന്റെ പ്രധാന ഉറവിടമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിയിലെ സമുദ്രങ്ങൾ മുഴുവൻ തുരുമ്പെടുക്കുകയായിരുന്നു. ഏകദേശം 240 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിർണായകമായ സംഭവം നടന്നു. സമുദ്രജലത്തിൽ ലയിച്ചു ചേർന്നിരുന്ന ഇരുമ്പ് മുഴുവനും പ്രതിപ്രവർത്തിച്ച് തീർന്നു. ഇനി ഓക്സിജനെ ആഗിരണം ചെയ്യാൻ സമുദ്രത്തിൽ ഒന്നും ബാക്കിയില്ലായിരുന്നു. അതോടെ സയനോബാക്ടീരിയകൾ പുറത്തുവിട്ട ഓക്സിജൻ ആദ്യമായി സമുദ്രത്തിൽ നിന്ന് കുമിളകളായി പുറത്തുവന്ന് അന്തരീക്ഷത്തിൽ കലരാൻ തുടങ്ങി. അത് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് തുടക്കം കുറിച്ചു. മഹാ ഓക്സീകരണ സംഭവം എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഈ കാലഘട്ടം ഭൂമിയിലെ ജീവന്റെ ഗതിയെ മാറ്റിമറിച്ചു. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് പതിയെ പതിയെ വർദ്ധിക്കാൻ തുടങ്ങി. ഇതന്നുവരെ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന വായുരഹിത ജീവികൾക്ക് ഒരു മരണമണിയായിരുന്നു. അവർക്ക് ഈ വിഷവാടകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ ആദ്യത്തെ കൂട്ടവംശനാശം സംഭവിച്ചു. കോടിക്കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു ലോകം മുഴുവൻ ആ വിഷവായു ശ്വസിച്ച് ഇല്ലാതായി. ചിലത് ഓക്സിജൻ എത്താത്ത ആഴക്കടലിന്റെ ചെളിയിലും മണ്ണിനടിയിലും അഭയം തേടി. അവരുടെ പിൻഗാമികൾ ഇന്നും അത്തരം സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഈ വലിയ ദുരന്തം ഒരു പുതിയ ലോകത്തിന് വഴി തുറന്നു. അന്തരീക്ഷത്തിലെ മീഥേൻ വാതകം ഓക്സിജനുമായി പ്രവർത്തിച്ച് ഇല്ലാതായി. അതോടെ ഭൂമിയെ പൊതിഞ്ഞിരുന്ന ഓറഞ്ച് നിറത്തിലുള്ള പുകമഞ്ഞ് പതിയെ നീങ്ങാൻ തുടങ്ങി. ഭൂമിയുടെ ആകാശം ചരിത്രത്തിൽ ആദ്യമായി നീലനിറത്തിൽ തെളിഞ്ഞു. അതിലും പ്രധാനമായി ഈ പുതിയ ഓക്സിജൻ നിറഞ്ഞ ലോകത്ത് ജീവന് മുന്നോട്ടു പോകാൻ 2 വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഓക്സിജനിൽ നിന്ന് ഒളിക്കുക, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പഠിക്കുക. പ്രകൃതി രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. ചില ജീവികൾക്ക് വീണ്ടും യാദൃച്ഛികമായ ജനിതക മാറ്റങ്ങൾ വഴി ഓക്സിജനെ ശ്വസിക്കാനും അതിനെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാനുമുള്ള കഴിവ് ലഭിച്ചു. ഇത് മറ്റൊരു വിപ്ലവമായിരുന്നു. ഓക്സിജൻ ഉപയോഗിച്ചുള്ള ഊർജ്ജോൽപാദനം അഥവാ എയറോബിക് റെസ്പിറേഷൻ പഴയ രീതിയേക്കാൾ 16 മടങ്ങ് കാര്യക്ഷമമായിരുന്നു. ഈ അധിക ഊർജ്ജം ജീവന് കൂടുതൽ സങ്കീർണമായ ഘടനകൾ രൂപീകരിക്കാൻ അവസരം നൽകി. അങ്ങനെ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിഷമായിരുന്ന ഓക്സിജൻ പുതിയതും കൂടുതൽ സങ്കീർണവുമായ ജീവരൂപങ്ങളുടെ നിലനിൽപ്പിന് കാരണമായ ഇന്ധനമായി മാറി. പഴയ ലോകത്തിന്റെ ചാരത്തിൽ നിന്ന് ഒരു പുതിയ ലോകം ഉദയം ചെയ്യുകയായിരുന്നു. കൂടുതൽ വലിയ, കൂടുതൽ സങ്കീർണമായ നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലേക്കുള്ള യാത്രയുടെ അടുത്ത ഘട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. മഹാ ഓക്സീകരണ സംഭവം ഭൂമിയെ മാറ്റിമറിച്ചിരുന്നു. അന്തരീക്ഷം നീല നിറത്തിൽ തെളിഞ്ഞു. ഓക്സിജന്റെ അളവ് പതിയെ പതിയെ വർദ്ധിച്ചു.
ഈ പുതിയ ലോകത്ത് ഓക്സിജനെ ശ്വസിക്കാൻ പഠിച്ച സൂക്ഷ്മജീവികൾ ഒരു പുതിയ ഊർജത്തിന്റെ ലോകം കണ്ടെത്തി. ഈ അധിക ഊർജ്ജം ഉപയോഗിച്ച് അവർക്ക് കൂടുതൽ വേഗത്തിൽ വളരാനും പെരുകാനും സാധിച്ചു. പക്ഷേ ഏകദേശം 100 കോടി വർഷത്തോളം, അതായത് 180 കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 80 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഭൂമിയിലെ ജീവന്റെ പരിണാമം വളരെ സാവധാനത്തിലായി. ശാസ്ത്രജ്ഞർ ഈ കാലഘട്ടത്തെ ദി ബില്യൺ ബോറിംഗ് ഇയേഴ്സ് അഥവാ വിരസമായി 100 കോടി വർഷങ്ങൾ എന്ന് തമാശയായി വിളിക്കാറുണ്ട്. പുറമേക്ക് നോക്കിയാൽ അതെ, ആ കാലം വളരെ ശാന്തവും വിരസവുമായിരുന്നു. ഭൂമിയിൽ അപ്പോഴും സങ്കീർണമായ ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. സമുദ്രങ്ങളിൽ സൂക്ഷ്മജീവികളുടെ ഒരു വലിയ ലോകം, കരയിലാകട്ടെ വിജനമായ പാറക്കെട്ടുകൾ. പക്ഷേ ആ നിശബ്ദതയ്ക്ക് താഴെ കോശങ്ങളുടെ ലോകത്ത് അടുത്ത വലിയ വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. അതുവരെ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ജീവികളും വളരെ ലളിതമായ ഘടനയുള്ളവരായിരുന്നു. പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്ന ഈ കോശങ്ങൾക്ക് ഒരു പ്രത്യേക ന്യൂക്ലിയസോ മറ്റു സങ്കീർണമായ ആന്തരിക ഘടനകളോ ഉണ്ടായിരുന്നില്ല. അവരുടെ ജനിതക വസ്തുക്കൾ കോശത്തിനുള്ളിൽ വെറുതെ ഒഴുകി നടത്തുകയായിരുന്നു. ബാക്ടീരിയകളെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. എന്നാൽ ഈ വിരസമായ 100 കോടി വർഷങ്ങൾക്കിടയിൽ എപ്പോഴോ ഒരു അത്ഭുതകരമായ സഹവർത്തിത്വത്തിന്റെ കഥ ആരംഭിച്ചു. ഒരു വലിയ പ്രോകാരിയോട്ടിക് കോശം ഓക്സിജൻ ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ചെറിയ ബാക്ടീരിയയെ വിഴുങ്ങിയിരിക്കാം. സാധാരണഗതിയിൽ ആ വലിയ കോശം ആ ചെറിയ ബാക്ടീരിയയെ ദഹിപ്പിച്ച് ഭക്ഷണമാക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല. പകരം ആ ചെറിയ ബാക്ടീരിയ വലിയ കോശത്തിന്റെ ഉള്ളിൽ സുരക്ഷിതമായി ജീവിക്കാൻ തുടങ്ങി. അതൊരു അടിമയായിരുന്നില്ല, മറിച്ചൊരു പങ്കാളിയായിരുന്നു. പുറത്തുനിന്നുള്ള അപകടങ്ങളിൽ നിന്ന് വലിയ കോശം അതിന് സംരക്ഷണം നൽകി. പകരമായി ആ ചെറിയ ബാക്ടീരിയ തന്റെ അത്ഭുതകരമായ കഴിവുപയോഗിച്ച് ഓക്സിജൻ വിഘടിപ്പിച്ച് വലിയ കോശത്തിനാവശ്യമായ ഊർജം ധാരാളമായി ഉൽപ്പാദിപ്പിച്ച് നൽകി. അതൊരു മികച്ച പങ്കാളിത്തമായിരുന്നു. രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമുണ്ടായി. കാലക്രമേണ ആ ചെറിയ ബാക്ടീരിയ അതിൻ്റെ സ്വത്വം നഷ്ടപ്പെട്ട് വലിയ കോശത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അതാണ് ഇന്ന് നമ്മുടെയെല്ലാം കോശങ്ങൾക്കുള്ളിൽ കാണുന്ന മൈറ്റോകോൺട്രിയ, കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നു. ഈ പ്രക്രിയയെ എൻഡോസിംബയോസിസ് എന്ന് വിളിക്കുന്നു. ഇതുപോലൊരു സംഭവം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിവുള്ള ഒരു സയനോബാക്ടീരിയയെ ഈ പുതിയ സങ്കീർണമായ കോശം വിഴുങ്ങി. അതും ദഹിച്ചു പോകാതെ കോശത്തിനുള്ളിൽ ജീവിച്ച് അതിനുവേണ്ടി സൗരോർജം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. അതാണ് പിന്നീട് സസ്യകോശങ്ങളിലെ ക്ലോറോപ്ലാസ്റ്റായി മാറിയത്. ഈ 2 സംഭവങ്ങളോടെ ഭൂമിയിൽ ഒരു പുതിയ തരം കോശം പിറവിയെടുത്തു, യൂക്കാരിയോട്ടിക് കോശം. ഇതിനെ ഒരു പ്രത്യേക സ്ഥലം കൊണ്ട് പൊതിഞ്ഞ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ജനിതക വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നു. അതിന് മൈറ്റോകോൺട്രിയയും ചിലതിനെ ക്ലോറോപ്ലാസ്റ്റും ഉണ്ടായിരുന്നു. ഈ പുതിയ കോശങ്ങൾ പഴയ പ്രോകാരിയോട്ടുകളേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് വലുതും സങ്കീർണവുമായിരുന്നു. അവയ്ക്ക് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും കൂടുതൽ ജനിതക വിവരങ്ങൾ സംഭരിക്കാനും സാധിച്ചു. ഈ യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ ആവിർഭാവം ജീവന്റെ ചരിത്രത്തിലെ ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. കാരണം ഈ കോശങ്ങൾക്ക് പരസ്പരം സഹകരിച്ച് ഒന്നിച്ചു ചേർന്ന് വലിയ ഘടനകൾ രൂപീകരിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഭൂമിയിൽ ആദ്യമായി ബഹുകോശജീവികൾ ഉണ്ടാകാൻ തുടങ്ങി. ഒറ്റപ്പെട്ട ഇഷ്ടികകൾ ചേർത്ത് ഒരു വലിയ കെട്ടിടം പണിയുന്നത് പോലെ ഒരേ തരം യൂക്കാരിയോട്ടിക് കോശങ്ങൾ ഒന്നിച്ചു ചേർന്ന കോളനികളായി ജീവിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവ വെറും കോശങ്ങളുടെ കൂട്ടങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ കാലക്രമേണ ആ കൂട്ടത്തിലെ ഓരോ കോശവും ഓരോ പ്രത്യേക ജോലി ചെയ്യാൻ തുടങ്ങി. ചിലത് ഭക്ഷണത്തിനായി, ചിലത് ചലനത്തിനായി, ചിലത് പ്രത്യുൽപാദനത്തിനായി. അങ്ങനെ തൊഴിൽ വിഭജനം നടന്നു. എന്നാൽ ഈ വിരസമായ 100 കോടി വർഷങ്ങൾ അവസാനിച്ചത് ഒരു വലിയ ദുരന്തത്തോടെയാണ്. ഏകദേശം 72 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ഹിമയുഗത്തിലേക്ക് പ്രവേശിച്ചു. സ്നോബോൾ എർത്ത് അഥവാ മഞ്ഞുപന്ത് ഭൂമി എന്നാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. അതിന്റെ യഥാർത്ഥ കാരണം ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു പ്രഹേളികയാണ്. ഒരുപക്ഷെ അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹവാതകമായ മീഥേന്റെ അളവ് കുറഞ്ഞതോ അല്ലെങ്കിൽ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി സൂര്യരശ്മി ഭൂമിയിലേക്ക് എത്താതെ വന്നതോ ആകാം കാരണം. എന്തുതന്നെയായാലും ഭൂമിയിലെ താപനില അതിശീഘ്രം താഴാൻ തുടങ്ങി. ധ്രുവപ്രദേശങ്ങളിൽ നിന്നാരംഭിച്ച മഞ്ഞുപാളികൾ പതിയെ പതിയെ ഭൂമധ്യരേഖയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമി മുഴുവൻ ഒരു വലിയ മഞ്ഞുഗോളമായി മാറി. സമുദ്രങ്ങളെല്ലാം കിലോമീറ്ററുകളോളം കനമുള്ള മഞ്ഞുപാളികൾ കൊണ്ട് മൂടപ്പെട്ടു. ഭൂമധ്യരേഖയിൽ പോലും ഇന്നത്തെ അന്റാർട്ടിക്കയിലേതിന് സമാനമായ തണുപ്പായിരുന്നു. ഭൂമി ബഹിരാകാശത്തു നിന്ന് നോക്കിയാൽ തിളങ്ങുന്ന ഒരു വെള്ള പന്ത് പോലെ കാണപ്പെട്ടു.
ഈ മഹാശൈത്യം ഭൂമിയിലെ ജീവന് ഒരു വലിയ ഭീഷണിയായിരുന്നു. സൂര്യപ്രകാശം മഞ്ഞിൽ തട്ടി പ്രതിഫലിച്ചു പോയതുകൊണ്ട് സമുദ്രത്തിലെ ജീവനാധാരമായ പ്രകാശ സംശ്ലേഷണം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു. ജീവന്റെ ലോകം മുഴുവൻ ആ ഇരുണ്ട തണുത്തുറഞ്ഞ സമുദ്രങ്ങളിൽ കുടുങ്ങിപ്പോയി. ഭൂരിഭാഗം ജീവജാലങ്ങളും ആ കഠിനമായ കാലത്തെ അതിജീവിച്ചില്ല. പക്ഷേ ജീവൻ അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിക്കുന്ന ഒന്നല്ല. ആ മഞ്ഞുപാളികൾക്കിടയിലെ നേർത്ത വിള്ളലുകളിലൂടെ അരിച്ചിറങ്ങിയ സൂര്യരശ്മി ഉപയോഗിച്ചും ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ചൂട് പുറത്തു വന്നിരുന്ന ചുടുനീരുറവുകൾക്ക് സമീപത്തും ചില സൂക്ഷ്മജീവികൾ ആ ദുരിതകാലത്തെ അതിജീവിച്ചു. ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾ ഭൂമി ആ മഞ്ഞുകാപ്പിൽ ഉറങ്ങിക്കിടന്നു. എങ്ങനെയാണ് ഈ ഹിമയുഗം അവസാനിച്ചതെന്നതിനും വ്യക്തമായ ഉത്തരമില്ല. ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിക്കുള്ളിൽ നിന്ന് അഗ്നിപർവ്വതങ്ങൾ പുറത്തുവിട്ട കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നഗുപിച്ചുകൂടി പതിയെ പതിയെ ഒരു ഹരിതഗൃഹ പ്രഭാവമുണ്ടാക്കി ഭൂമിയെ ചൂടുപിടിപ്പിച്ചു തുടങ്ങിയിരിക്കാം. കാരണം എന്തുതന്നെയായാലും ആ വലിയ മഞ്ഞുപാളികൾ പതിയെ ഉരുകാൻ തുടങ്ങി. ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. ഉരുകിയ മഞ്ഞിൽ നിന്നുള്ള ശുദ്ധജലം സമുദ്രങ്ങളിലേക്ക് കുത്തിയൊലിച്ചു. അതോടൊപ്പം മഞ്ഞുപാളികൾ കരയെ അരിച്ചെടുത്തുകൊണ്ടുപോയ ഫോസ്ഫറസ് പോലുള്ള ധാതുക്കളും വൻതോതിൽ സമുദ്രങ്ങളിൽ കലർന്നു. ഈ ധാതുക്കൾ സമുദ്രത്തിലെ ജീവന് ഒരു വലിയ വളമായി മാറി. മഞ്ഞുപാളികൾ ഉരുകി മാറിയതോടെ സൂര്യപ്രകാശം വീണ്ടും സമുദ്രത്തിലേക്ക് എത്തിത്തുടങ്ങി. അതിജീവിച്ച സൈനോബാക്ടീരിയകളും ആൽഗകളും ഈ പുതിയ അവസരം ശരിക്കും മുതലെടുത്തു. അവ വൻതോതിൽ പെരുകാൻ തുടങ്ങി. അതിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് മുമ്പൊരിക്കലുമില്ലാത്ത വിധം കുതിച്ചുയർന്നു. സ്നോബോൾ എർത്ത് എന്ന ആ മഹാദുരന്തം അവസാനിച്ചപ്പോൾ ഭൂമി ഒരു പുതിയ ലോകമായി ഉണർന്നെണീറ്റു. ഓക്സിജന്റെ അളവ് വളരെ കൂടുതലുള്ള ധാതുസമ്പന്നമായ സമുദ്രങ്ങളുള്ള ഒരു ലോകം. ഈ ലോകം കാത്തിരുന്നത് യൂക്കാരിയോട്ടിക് കോശങ്ങൾ ഒരുമിച്ചു ചേർന്നുണ്ടായ ബഹുകോശജീവികളുടെ ഒരു വലിയ വിസ്ഫോടനത്തിനായിരുന്നു. അടുത്ത അധ്യായം മൃഗങ്ങളുടെ ലോകം എങ്ങനെ ആരംഭിച്ചു എന്നതിനെക്കുറിച്ചാണ്. സ്നോബോൾ എർത്ത് എന്ന മഹാശൈത്യത്തിന്റെ പിടിയിൽ നിന്ന് ഭൂമി മോചിതയായപ്പോൾ അതൊരു പുതിയ പ്രഭാതം പോലെയായിരുന്നു. കോടിക്കണക്കിനു വർഷത്തെ മഞ്ഞുറക്കത്തിനു ശേഷം ഉണർന്ന ലോകം. ഉരുകിയ മഞ്ഞുപാളികൾ കരയെ അരിച്ചുകൊണ്ടുവന്ന ഫോസ്ഫറസ് പോലുള്ള പോഷകങ്ങൾ സമുദ്രങ്ങളെ ഒരു വളക്കൂറുള്ള മണ്ണുപോലെയാക്കിയിരുന്നു. അതിജീവിച്ച സൂക്ഷ്മജീവികൾ, പ്രധാനമായും ആൽഗകൾ, ഈ അവസരം ശരിക്കും ആഘോഷിച്ചു. സൂര്യപ്രകാശവും പോഷകങ്ങളും ധാരാളമായി ലഭിച്ചപ്പോൾ അവ വൻതോതിൽ പെരുകി. ഈ ആൽഗൽ ബ്ലൂം കാരണം അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് മുമ്പൊരിക്കലുമില്ലാത്ത വിധം കുതിച്ചുയർന്നു. ഒരു കാലത്ത് 2-3% മാത്രമായിരുന്ന ഓക്സിജൻ ഇപ്പോൾ 15-20% അടുത്തു. ഈ മാറ്റം ഭൂമിയിലെ ജീവന്റെ ഭാവിയെ നിർണയിക്കുന്നതായിരുന്നു. ഓക്സിജൻ ഒരു ഇരട്ട വാളാണ്. അത് ജീവനെ നശിപ്പിക്കാനും വളർത്താനും കഴിവുള്ള ഒന്നാണ്. എന്നാൽ ഓക്സിജനെ ശരിയായി ഉപയോഗിക്കാൻ പഠിച്ച ജീവികൾക്ക് അതൊരു വരദാനമായിരുന്നു. ഓക്സിജൻ ഉപയോഗിച്ചുള്ള ഊർജോൽപാദനം വളരെ കാര്യക്ഷമമായതുകൊണ്ട് ജീവികൾക്ക് കൂടുതൽ വലുതാവാനും സങ്കീർണമായ ശരീരഘടനകൾ രൂപപ്പെടുത്താനും വേഗത്തിൽ ചലിക്കാനും ആവശ്യമായ ഊർജം ലഭിച്ചു. ഈ പുതിയ ലോകം ബഹുകോശജീവികളുടെ പരിണാമത്തിനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു പരീക്ഷണശാലയായിരുന്നു. ഏകദേശം 60 കോടി വർഷങ്ങൾക്ക് മുമ്പ് എഡിയാക്കരൻ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമയത്ത് ഭൂമിയുടെ സമുദ്രങ്ങളിൽ വിചിത്രവും അത്ഭുതകരവുമായ ഒരു കൂട്ടം ജീവികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതുവരെ സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ ഭരിച്ചിരുന്ന ഒരു ലോകത്ത് ആദ്യമായി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്ര വലിയ ജീവികൾ ഉണ്ടായി. ആഴം കുറഞ്ഞ തെളിഞ്ഞ വെള്ളമുള്ള കടൽത്തട്ടിലെ മണലിലായിരുന്നു അവരുടെ ലോകം. അവർക്ക് ഇന്നത്തെ ജീവികളുമായി യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. അതൊരു പരാജയപ്പെട്ട പരീക്ഷണം പോലെയായിരുന്നു. അവയിൽ ചിലത് തറയിൽ വിരിച്ച ഒരു പരവതാനി പോലെ പരന്ന ശരീരമുള്ളവയായിരുന്നു. ഡിക്വിൻസോണിയ പോലുള്ള ജീവികൾക്ക് 1 മീറ്ററോളം വലുപ്പമുണ്ടായിരുന്നു. അവയ്ക്ക് വാരോ കുടലോ ആന്തരികാവയവങ്ങളോ ഉണ്ടായിരുന്നില്ല. അവയുടെ പരന്ന ശരീരത്തിലൂടെ നേരിട്ട് വെള്ളത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുകയായിരുന്നു എന്നു കരുതപ്പെടുന്നു. അവ മണലിലൂടെ വളരെ സാവധാനം ഇഴഞ്ഞിരിക്കാം. മറ്റു ചിലത് ചെടികളെപ്പോലെ തോന്നിപ്പിക്കുന്നവയായിരുന്നു. ചാർണിയ പോലുള്ള ജീവികൾ തൂവൽ പോലെയുള്ള ഇലകളോടുകൂടി കടൽത്തട്ടിൽ ഉറച്ചുനിന്നു. പക്ഷെ അവ ചെടികളായിരുന്നില്ല, മൃഗങ്ങളായിരുന്നു. അവയും വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന സൂക്ഷ്മകണികകളെ അരിച്ചെടുത്ത് ഭക്ഷണമാക്കിയിരിക്കാം. ഇനിയും ചിലത് വിചിത്രമായ ആകൃതിയിലുള്ള സഞ്ചികൾ പോലെയോ പല അറകളുള്ള ട്യൂബുകൾ പോലെയോ ആയിരുന്നു. ഈ എഡിയാക്കരൻ ജീവികൾക്ക് ഒരു പൊതുവായ പ്രത്യേകതയുണ്ടായിരുന്നു. അവയെല്ലാം വളരെ മൃദുവായ ശരീരമുള്ളവയായിരുന്നു. അവയ്ക്ക് അസ്ഥികളോ പുറന്തോടുകളോ
പല്ലുകളോ ഉണ്ടായിരുന്നില്ല. അതൊരു ശാന്തമായ ലോകമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം വേട്ടയാടാനോ സ്വയം രക്ഷിക്കാനോ ഉള്ള കവചങ്ങളോ ആയുധങ്ങളോ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അതൊരു വലിയ സമാധാനപരമായ പൂന്തോട്ടം പോലെയായിരുന്നിരിക്കാം. പരസ്പരം ആക്രമിക്കാത്ത, കടൽത്തട്ടിൽ ഇഴഞ്ഞു നീങ്ങിയും വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഭക്ഷണം അരിച്ചെടുത്തും ജീവിച്ച ഒരു കൂട്ടം വിചിത്ര ജീവികൾ. ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഈ വിചിത്ര ജീവികൾ ലോകം ഭരിച്ചു. അവരുടെ ഫോസിലുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിലെ എഡിയാക്കര കുന്നുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന് ആ പേര് ലഭിച്ചത്. പക്ഷേ അവരുടെ ആ സമാധാനപരമായ ലോകം അധികകാലം നീണ്ടുനിന്നില്ല. പ്രകൃതിയുടെ പരീക്ഷണശാലയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ സമയമായിരുന്നു. ഏകദേശം 54 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ ഒരു സംഭവം അരങ്ങേറി. വളരെ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ ഏകദേശം 2-3 കോടി വർഷങ്ങൾ കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ മൃഗങ്ങളുടെയും അടിസ്ഥാന ശരീരഘടനകൾ പരിണമിച്ചുണ്ടായി. ഈ സംഭവത്തെ കേംബ്രിയൻ വിസ്ഫോടനം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിസ്ഫോടനം സംഭവിച്ചത് എന്നത് ശാസ്ത്രലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഒരു നിർണായക ഘട്ടത്തിലെത്തിയതാകാം കാരണം. സങ്കീർണമായ ശരീരങ്ങൾക്കും വേഗത്തിലുള്ള ചലനത്തിനും കാഴ്ച പോലുള്ള ഇന്ദ്രിയങ്ങൾക്കും ധാരാളം ഓക്സിജൻ ആവശ്യമാണ്. അല്ലെങ്കിൽ എഡിയാക്കരൻ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ സംഭവിച്ച ഒരു ചെറിയ വംശനാശം പുതിയ ജീവികൾക്ക് വളരാനുള്ള അവസരം നൽകിയതാകാം. മറ്റൊരു പ്രധാന കാരണം കാഴ്ചയുടെ പരിണാമമാണ്. അതുവരെ ജീവികൾക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അറിയാൻ സ്പർശനവും രാസവസ്തുക്കളുടെ ഗന്ധവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കേംബ്രിയൻ കാലഘട്ടത്തിൽ ചില ജീവികൾക്ക് പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിവുള്ള കോശങ്ങൾ രൂപപ്പെട്ടു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ കണ്ണുകൾ ആയി മാറിയത്. കാഴ്ച എന്ന കഴിവ് ലോകത്തെ മാറ്റിമറിച്ചു. ആദ്യമായി ജീവികൾക്ക് ദൂരെ നിന്ന് ഭക്ഷണത്തെ കണ്ടെത്താനും ശത്രുക്കളെ തിരിച്ചറിയാനും സാധിച്ചു. ഇത് പ്രകൃതിയിൽ ഒരു ആയുധ പന്തയത്തിന് തുടക്കം കുറിച്ചു. വേട്ടയാടുന്ന ജീവികൾക്ക് ഇരയെ പിടിക്കാൻ കൂടുതൽ മികച്ച കണ്ണുകളും വേഗതയും മൂർച്ചയുള്ള പല്ലുകളും ആവശ്യമായി വന്നു. ഇരയാകുന്ന ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കട്ടിയുള്ള പുറന്തോടുകളും മുള്ളുകളും വിഷവും ഒളിച്ചിരിക്കാനുള്ള കഴിവും ആവശ്യമായി വന്നു. ഈ മത്സരമാണ് കേംബ്രിയൻ വിസ്ഫോടനത്തിന് ആക്കം കൂട്ടിയത്. അതോടെ എഡിയാക്കരൻ കാലഘട്ടത്തിലെ മൃദുശരീരികളായ ശാന്തരായ ജീവികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പുതിയതായി വന്ന വേട്ടക്കാരുടെ മുന്നിൽ അവർ എളുപ്പത്തിൽ ഇരയായി. അവരുടെ ലോകം അവസാനിച്ചു. പകരം കവചങ്ങളുള്ള, ആയുധങ്ങളുള്ള ഒരു പുതിയ ലോകം പിറന്നു. കേംബ്രിയൻ സമുദ്രങ്ങൾ ഇന്നത്തെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ വലിയ വേട്ടക്കാരനായ അനോമലോകാരിസ് ആ കടലുകളിൽ നീന്തി തുടിച്ചു. ഏകദേശം 1 മീറ്ററോളം വലുപ്പമുള്ള ചെമ്മീൻ പോലെ തോന്നിക്കുന്ന ഈ ജീവിക്ക് വലിയ 2 കണ്ണുകളും മുന്നോട്ടു തള്ളി നിൽക്കുന്ന 2 കൂർത്ത കൈകളും വട്ടത്തിലുള്ള വായ നിറയെ പല്ലുകളും ഉണ്ടായിരുന്നു. മുള്ളുകൾ നിറഞ്ഞ പുറന്തോടുള്ള വൈവാക്സിയ, 5 കണ്ണുകളും മുന്നോട്ടു തള്ളി നിൽക്കുന്ന ഒരു തുമ്പിക്കൈയുമുള്ള ഒപ്പാബീനിയ, കാലുകൾ പോലെയുള്ള മുള്ളുകളിൽ നടന്നിരുന്ന ഹാലുസിജീനിയ തുടങ്ങിയ വിചിത്ര ജീവികൾ കടൽത്തട്ടിൽ ജീവിച്ചു. ഇവയുടെ കൂട്ടത്തിലാണ് നമ്മുടെയെല്ലാം പൂർവികരും ഉണ്ടായിരുന്നത്. നട്ടലുള്ള ജീവികളുടെയെല്ലാം ആദ്യ രൂപമായ ഒരു വിരയുടെ വലിപ്പമുള്ള പിക്കായ എന്ന ജീവി. അതിന് ഒരു പ്രാകൃതമായ നട്ടെല്ലുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് കാണുന്ന പ്രാണികളുടെയും ചിലന്തികളുടെയും ഞണ്ടുകളുടെയുമെല്ലാം പൂർവികരായ കട്ടിയുള്ള പുറന്തോടും സന്ധികളുള്ള കാലുകളുമുള്ള ട്രൈലോബൈറ്റുകൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും സാധാരണമായ ജീവികളായിരുന്നു. കേംബ്രിയൻ വിസ്ഫോടനം ജീവന്റെ കഥയിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. നിശബ്ദവും ചലനരഹിതവുമായ ഒരു ലോകത്തു നിന്ന് ശബ്ദവും വേഗതയും മത്സരവും നിറഞ്ഞ ഒരു പുതിയ ലോകത്തേക്കുള്ള മാറ്റം. ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ട അടിസ്ഥാന ശരീരഘടനകളാണ് ചെറിയ മാറ്റങ്ങളോടെ പിന്നീട് പരിണമിച്ച് ഇന്ന് നമ്മൾ കാണുന്ന കോടിക്കണക്കിന് ജീവജാലങ്ങളായി മാറിയത്. ജീവന്റെ പൂന്തോട്ടത്തിൽ ആദ്യത്തെ മൃഗങ്ങൾ വിരിഞ്ഞത് ആ അത്ഭുതകരമായ കാലഘട്ടത്തിലായിരുന്നു. കേംബ്രിയൻ വിസ്ഫോടനം ഭൂമിയിലെ സമുദ്രങ്ങളെ ജീവന്റെ ഒരു കോലാഹലം നിറഞ്ഞ പരീക്ഷണശാലയാക്കി മാറ്റിയിരുന്നു. ട്രൈലോബൈറ്റുകൾ കടൽത്തട്ടിൽ ഇഴഞ്ഞു നീങ്ങി. അനോമലോകാരിസിനെ പോലുള്ള ഭീമാകാരമായ വേട്ടക്കാർ ഇര തേടി നീന്തി നടന്നു. പവിഴപ്പുറ്റുകളുടെ ആദ്യ രൂപങ്ങൾ വളരാൻ തുടങ്ങി. ജീവൻ അതിന്റെ സർഗാത്മകതയുടെ പാരമ്യത്തിലെത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അടുത്ത കുറേ കോടി വർഷങ്ങൾ, അതായത് ഓർഡോവിഷ്യൻ, സൈലൂറിയൻ, ഡെവോണിയൻ കാലഘട്ടങ്ങൾ, സമുദ്രത്തിലെ ഈ വൈവിധ്യം ഇനിയും വർദ്ധിക്കുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്.
ഭീമാകാരമായ കടൽത്തേളുകൾ, യുറിപ്റ്റിറിഡുകൾ ആഴം കുറഞ്ഞ സമുദ്രങ്ങളിൽ ഭരണം നടത്തി. ചിലതിനൊരു മനുഷ്യന്റെ അത്രയും വലിപ്പമുണ്ടായിരുന്നു. നോട്ടിലോയിഡുകൾ എന്ന ഭീമൻ കണവയുടെ പൂർവികർ കൂർത്ത കോണാകൃതിയിലുള്ള പുറന്തോടുകളുമായി വെള്ളത്തിൽ റോക്കറ്റുകൾ പോലെ പാഞ്ഞു. താടിയെല്ലുകളുള്ള ആദ്യത്തെ മത്സ്യങ്ങൾ ഈ കാലഘട്ടത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. അതുവരെ മത്സ്യങ്ങൾക്ക് വായ തുറക്കാനും അടയ്ക്കാനും മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. താടിയെല്ലുകൾ വന്നതോടെ അവയ്ക്ക് ഇരയെ കടിച്ചുപിടിക്കാനും ചവയ്ക്കാനും സാധിച്ചു. ഇത് മത്സ്യങ്ങളെ കൂടുതൽ കാര്യക്ഷമരായ വേട്ടക്കാരാക്കി മാറ്റി. ഡെവോണിയൻ കാലഘട്ടം മത്സ്യങ്ങളുടെ യുഗം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോഴേക്കും മത്സ്യങ്ങളുടെ ലോകം വളരെ വൈവിധ്യപൂർണമായിരുന്നു. കട്ടിയുള്ള എല്ലിന്റെ കവചമണിഞ്ഞ ഡൺക്ലിയോസ്റ്റിയസ് പോലുള്ള ഭീമൻ മത്സ്യങ്ങൾ അന്നത്തെ ഏറ്റവും അപകടകാരികളായ വേട്ടക്കാരായിരുന്നു. ഒരു കാറിന്റെ വലിപ്പമുണ്ടായിരുന്ന ഈ മത്സ്യത്തിന്റെ താടിയെല്ലുകൾക്ക് പകരം അസ്ഥി കൊണ്ടുള്ള മൂർച്ചയേറിയ 2 ബ്ലേഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഉപയോഗിച്ച് സ്രാവുകളെപ്പോലും രണ്ടായി മുറിക്കാൻ അതിന് കഴിഞ്ഞിരുന്നു. ഈ കോലാഹലങ്ങൾക്കിടയിലും ഭൂമിയിലെ കര അപ്പോഴും ഏതാണ്ട് വിജനമായിരുന്നു. കറുപ്പും ചാരനിറവുമുള്ള പാറകൾ, മണൽക്കാറ്റുകൾ, ഇടയ്ക്കിടെ പെയ്യുന്ന മഴ, പിന്നെ ശക്തമായ സൂര്യരശ്മി. കോടിക്കണക്കിന് വർഷങ്ങളായി ജീവൻ വെള്ളത്തിൽ മാത്രം ഒതുങ്ങിനിന്നു. കരയിലേക്കുള്ള കയറ്റം അത്ര എളുപ്പമായിരുന്നില്ല. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് കരയിൽ അതിജീവിക്കാൻ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം സ്വന്തം ശരീരഭാരം താങ്ങുക എന്നതായിരുന്നു. വെള്ളത്തിൽ ജലത്തിന്റെ ഊർജം അഥവാ ബുയൻസി ശരീരത്തെ താങ്ങി നിർത്താൻ സഹായിക്കും. എന്നാൽ കരയിൽ ഗുരുത്വാകർഷണത്തെ നേരിടാൻ ശക്തമായ അസ്ഥികൂടമോ കാലുകളോ ആവശ്യമാണ്. രണ്ടാമത്തെ പ്രശ്നം ശ്വാസമെടുക്കലായിരുന്നു. വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ശ്വസിക്കാൻ ചെകിളപ്പൂക്കൾ അഥവാ ഗിൽസ് സഹായിക്കും. എന്നാൽ കരയിലെ വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ വലിച്ചെടുക്കാൻ പുതിയ ശ്വസനാവയവങ്ങൾ, അതായത് ശ്വാസകോശങ്ങൾ ആവശ്യമായിരുന്നു. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വെല്ലുവിളി ജലനഷ്ടം തടയുക എന്നതായിരുന്നു. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ ശരീരം എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കും. എന്നാൽ കരയിലെ ചൂടും കാറ്റും ശരീരത്തിലെ ജലം പെട്ടെന്ന് വറ്റിച്ചുകളയും. ഇത് തടയാൻ കഴിവുള്ള തൊലി ആവശ്യമായിരുന്നു. അതുപോലെ പ്രത്യുൽപാദനത്തിനും വെള്ളം അത്യാവശ്യമായിരുന്നു. മുട്ടയിടാനും ബീജസങ്കലനം നടക്കാനും ഈർപ്പമുള്ള ഒരു മാധ്യമം വേണമായിരുന്നു. ഈ വെല്ലുവിളികളെല്ലാം ഉണ്ടായിരുന്നിട്ടും കര ഒരുപാട് അവസരങ്ങൾ തുറന്നു നൽകുന്ന ഒരു പുതിയ ലോകമായിരുന്നു. അവിടെ ശത്രുക്കൾ കുറവായിരുന്നു. ധാരാളം സ്ഥലമുണ്ടായിരുന്നു. പിന്നെ ഒരു പുതിയ ഭക്ഷണ സ്രോതസ്സും പതിയെ രൂപപ്പെട്ടു വരികയായിരുന്നു. കരയിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് നടത്തിയത് മൃഗങ്ങളായിരുന്നില്ല, മറിച്ച് ചെടികളായിരുന്നു. സമുദ്രത്തിലെ ആൽഗകളിൽ നിന്ന് പരിണമിച്ചുണ്ടായ പായൽ, മോസ് പോലുള്ള ലളിതമായ സസ്യങ്ങൾ ഏകദേശം 47 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഓർഡോവീഷ്യൻ കാലഘട്ടത്തിൽ ഈർപ്പമുള്ള പാറകളിലും നദീതീരങ്ങളിലും പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങി. അവയ്ക്ക് യഥാർത്ഥ വേരുകളോ തണ്ടുകളോ ഉണ്ടായിരുന്നില്ല. പ്രത്യുൽപാദനത്തിന് വെള്ളം അത്യാവശ്യമായതുകൊണ്ട് അവയ്ക്ക് വെള്ളത്തിൽ നിന്ന് അധികം ദൂരേക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ലളിതമായ തുടക്കം ഒരു വലിയ മാറ്റത്തിന് കാരണമായി. ഈ ചെടികൾ പാറകളെ പതിയെ പതിയെ പൊടിച്ച് മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയ്ക്ക് വേഗത കൂട്ടി. അവയുടെ ജൈവ അവശിഷ്ടങ്ങൾ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കി. അതോടെ കൂടുതൽ സങ്കീർണമായ ചെടികൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുങ്ങി. സൈലൂറിയൻ, ഡെവോണിയൻ കാലഘട്ടങ്ങളിൽ ചെടികൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. വെള്ളവും പോഷകങ്ങളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ വേരുകൾ രൂപപ്പെട്ടു. സൂര്യപ്രകാശത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ തണ്ടുകളുണ്ടായി. പ്രകാശ സംശ്ലേഷണം നടത്താൻ ഇലകൾ പരിണമിച്ചു. വെള്ളം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ കുഴലുകൾ പോലുള്ള വാസ്കുലാർ സിസ്റ്റം ഉണ്ടായി. അതോടെ ചെടികൾക്ക് വെള്ളത്തിൽ നിന്ന് കൂടുതൽ ദൂരേക്ക്, കരയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധിച്ചു. ഡെവോണിയൻ കാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്കും ഭൂമിയിൽ ആദ്യത്തെ വനങ്ങൾ രൂപപ്പെട്ടു. ഇന്നത്തെ മരങ്ങളെപ്പോലെ അത്ര വലുതായിരുന്നില്ലെങ്കിലും ആർക്കിയോപ്റ്റെറിസ് പോലുള്ള മരങ്ങൾ 10 മീറ്ററിലധികം ഉയരത്തിൽ വളർന്നു. അതോടെ ഭൂമിയുടെ മുഖഛായ വീണ്ടും മാറി. പച്ചപ്പ് നിറഞ്ഞ ഒരു ലോകം പിറന്നു. ഈ ചെടികൾ അന്തരീക്ഷത്തിൽ നിന്നു വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും പകരം ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്തു. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഇന്നത്തെ നിലവാരത്തിലേക്ക്, ഏകദേശം 21% ഉയർന്നത് ഈ കാലഘട്ടത്തിലാണ്. കരയിൽ ചെടികൾ ഒരു പുതിയ ആവാസവ്യവസ്ഥ ഒരുക്കിയപ്പോൾ മൃഗങ്ങൾ അങ്ങോട്ട് വരാൻ അധികം താമസിച്ചില്ല. ആദ്യമായി കരയിലേക്കു കയറിയത് പ്രാണികളുടെയും ചിലന്തികളുടെയും തേളുകളുടെയും ഒക്കെ പൂർവികരായ ആർത്രോപോഡുകളായിരുന്നു. അവയ്ക്ക് ഈ പുതിയ ലോകവുമായി പൊരുത്തപ്പെടാൻ എളുപ്പമായിരുന്നു.
കാരണം അവയുടെ കട്ടിയുള്ള പുറന്തോടായ എക്സോസ്കെലിറ്റൻ ശരീരത്തിലെ ജലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും ശരീരത്തിന് താങ്ങ് നൽകാനും സഹായിച്ചു. പിന്നാലെ നമ്മുടെ പൂർവികരായ മത്സ്യങ്ങളും കരയിലേക്ക് കണ്ണുവയ്ക്കാൻ തുടങ്ങി. ഡെവോണിയൻ കാലഘട്ടത്തിലെ ചില മത്സ്യങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവയെ ലോബ്ഫിൻഡ് ഫിഷുകൾ എന്ന് വിളിക്കുന്നു. അവയുടെ ചിറകുകൾ സാധാരണ മത്സ്യങ്ങളെപ്പോലെ നേർത്തതായിരുന്നില്ല, മറിച്ച് മാംസളവും എല്ലുകളോടുകൂടിയതുമായിരുന്നു. ഈ ചിറകുകൾ ഉപയോഗിച്ച് അവയ്ക്ക് ആഴം കുറഞ്ഞ വെള്ളത്തിലെ ചെളിയിൽ നടക്കാൻ കഴിഞ്ഞിരുന്നു. ഈ മത്സ്യങ്ങൾ ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ വറ്റിപ്പോകുന്ന പുഴകളിലും ചതുപ്പുകളിലുമായിരുന്നു. വെള്ളം വറ്റുമ്പോൾ ഒരു കുളത്തിൽ നിന്ന് അടുത്ത കുളത്തിലേക്ക് പോകാൻ ഈ മാംസളമായ ചിറകുകൾ അവയെ സഹായിച്ചു. അതിലും പ്രധാനമായി അവയ്ക്ക് വായു ശ്വസിക്കാനുള്ള ഒരു പ്രാകൃതമായ ശ്വാസകോശവും രൂപപ്പെട്ടിരുന്നു. ടിക്ടാലിക് എന്ന ഫോസിൽ ജീവി മത്സ്യങ്ങളിൽ നിന്ന് കരയിലെ നാൽക്കാലികളിലേക്കുള്ള പരിണാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. ഏകദേശം 37.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ജീവിക്ക് മത്സ്യങ്ങളുടെയും കരയിലെ ജീവികളുടെയും സവിശേഷതകൾ ഒരുപോലെ ഉണ്ടായിരുന്നു. അതിന് മത്സ്യങ്ങളെപ്പോലെ ചെകിളകളും ചിറകുകളും ചെതുമ്പലുകളും ഉണ്ടായിരുന്നു. എന്നാൽ തല പരന്നതും കഴുത്ത് സ്വതന്ത്രമായി തിരിക്കാൻ കഴിയുന്നതും ചിറകുകളിലെ എല്ലുകൾക്ക് കാലുകളിലെ എല്ലുകളുമായി സാമ്യമുള്ളതുമായിരുന്നു. അത് വെള്ളത്തിൽ ജീവിച്ചിരുന്ന ഒരു മത്സ്യമായിരുന്നെങ്കിലും ഇടയ്ക്കിടെ തല വെള്ളത്തിനു മുകളിലേക്ക് ഉയർത്തി കരയിലെ പ്രാണികളെ പിടിച്ചു തിന്നിരിക്കാം. ഈ ഫിഷാപ്പോഡ് കളിൽ നിന്നാണ് കാലക്രമേണ യഥാർത്ഥ കാലുകളുള്ള ആദ്യത്തെ ഉഭയജീവികൾ ആംഫിബിയൻസ് പരിണമിച്ചുണ്ടായത്. ഇക്തിയോസ്റ്റെഗ, അക്കാന്തോസ്റ്റെഗ തുടങ്ങിയ ജീവികൾക്ക് വ്യക്തമായ 4 കാലുകളും വിരലുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവയുടെ ജീവിതം അപ്പോഴും വെള്ളവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരുന്നു. അവയ്ക്ക് തൊലി ഈർപ്പമുള്ളതായി സൂക്ഷിക്കേണ്ടിയിരുന്നു. മുട്ടയിടാൻ വെള്ളത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടിയിരുന്നു. എങ്കിലും അതൊരു ചരിത്രപരമായ കാൽവെപ്പായിരുന്നു. കോടിക്കണക്കിന് വർഷത്തെ സമുദ്രവാസത്തിനു ശേഷം നമ്മുടെ നട്ടലുള്ള പൂർവികർ ആദ്യമായി കരയിലേക്ക് കാലുകുത്തിയ നിമിഷം, അതോടെ കരയിലെ ജീവന്റെ കഥയുടെ പുതിയൊരധ്യായം ആരംഭിക്കുകയായിരുന്നു. ഭൂമിയിൽ ആദ്യത്തെ വനങ്ങൾ രൂപം കൊണ്ടിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഡെവോണിയൻ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ആരംഭിച്ച ഈ പച്ചപ്പ് അടുത്ത കാലഘട്ടമായ കാർബോണിഫെറസ് പീരീഡ് കാലമായപ്പോഴേക്കും അതിന്റെ പാരമ്യത്തിലെത്തി. ഏകദേശം 36 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ കാലഘട്ടം ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും സമൃദ്ധവുമായൊരു കാലമായിരുന്നു. നമുക്ക് ആ ലോകത്തെ ഒന്ന് ഭാവനയിൽ കാണാൻ ശ്രമിക്കാം. ഇന്നത്തെ പോലെ പൂക്കളോ പുൽമേടുകളോ അന്നുണ്ടായിരുന്നില്ല. പകരം ഭൂമിയുടെ ഭൂരിഭാഗം കരപ്രദേശങ്ങളിലും സുവിശാലമായ ചതുപ്പ് വനങ്ങളായിരുന്നു. അന്തരീക്ഷം ഈർപ്പമുള്ളതും ചൂടുള്ളതുമായിരുന്നു. സൂര്യപ്രകാശം നിലത്തെത്താൻ പ്രയാസപ്പെടുന്ന രീതിയിൽ ഇടതൂർന്നു നിന്ന ഭീമാകാരമായ മരങ്ങൾ. പക്ഷേ അവ ഇന്നത്തെ മരങ്ങളെപ്പോലെയായിരുന്നില്ല. ലെപ്പിഡോഡെൻഡ്രോൺ അഥവാ ചെതുമ്പൽ മരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന മരങ്ങൾ 100 അടിയിലധികം ഉയരത്തിൽ ആകാശത്തേക്ക് വളർന്നു നിന്നു. അവയുടെ തടിക്ക് പാമ്പിന്റെ തൊലി പോലെ ചെതുമ്പലുകൾ നിറഞ്ഞ ഒരു ഘടനയായിരുന്നു. അവയ്ക്ക് ശിഖരങ്ങൾ കുറവായിരുന്നു. മുകളിൽ മാത്രം പച്ചിലകളുടെ ഒരു കൂട്ടം. ഭീമാകാരമായ പന്നൽ ചെടികളും കൂറ്റൻ കുതിരവാലൻ ചെടികളും ആ വനത്തിലെ അടിക്കാടുകൾ നിറച്ചു. ഈ മരങ്ങൾ നശിക്കുമ്പോൾ അവ ചതുപ്പിലെ വെള്ളത്തിൽ വീണ് അഴുകാതെ കിടന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട് ഉയർന്ന മർദ്ദത്തിലും ചൂടിലും കൽക്കരിയായി മാറി. കാർബോണിഫെറസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ കൽക്കരി നിറഞ്ഞ എന്നാണ്. മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്ന കൽക്കരിയുടെ ഭൂരിഭാഗവും ഈ പുരാതന വനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ്. ഈ വനങ്ങളിലെ അന്തരീക്ഷത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. പ്രകാശ സംശ്ലേഷണം അതിന്റെ ഉച്ചസ്ഥായിയിൽ നടന്നതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരുന്നു. ഇന്നത്തെ 21% താരതമ്യം ചെയ്യുമ്പോൾ അന്നത് ഏകദേശം 35% എത്തിയിരുന്നു. ഈ അധിക ഓക്സിജൻ കരയിലെ ജീവന് ഒരു പുതിയ ഊർജം നൽകി, പ്രത്യേകിച്ചും ആർത്രോപോഡുകൾക്ക്. പ്രാണികൾ ശ്വസിക്കുന്നത് നമ്മുടെ പോലെ ശ്വാസകോശം ഉപയോഗിച്ചല്ല. അവയുടെ ശരീരത്തിൽ ട്രക്കിയ എന്നറിയപ്പെടുന്ന ചെറിയ കുഴലുകളുണ്ട്. ഈ കുഴലുകളിലൂടെയാണ് വായു നേരിട്ട് ശരീരകലകളിലേക്ക് എത്തുന്നത്. ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ ഈ ശ്വസനരീതിക്ക് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് പ്രാണികൾക്ക് ഒരുപാട് വലുതാകാൻ കഴിയില്ല. എന്നാൽ കാർബോണിഫെറസ് കാലഘട്ടത്തിലെ ഓക്സിജൻ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഈ പരിമിതി ഇല്ലാതായി. അതിന്റെ ഫലം അത്ഭുതകരമായിരുന്നു. അതായിരുന്നു ഭീമന്മാരുടെ യുഗം. 2.5 അടിയോളം ചിറകുവിരിപ്പുള്ള മെഗന്യൂറ എന്ന തുമ്പികൾ ആകാശത്തു വട്ടമിട്ടുമറന്നു.
ഇന്നത്തെ ഒരു പരുന്തിന്റെ വലിപ്പമുള്ള ഒരു തുമ്പി ഓർത്തു നോക്കൂ. ഒരു ചെറിയ കാറിന്റെ അത്ര നീളമുള്ള ആർത്രോപ്ലൂറ എന്ന ഭീമൻ പഴുതാരകൾ വനത്തിലെ നിലത്ത് ഇഴഞ്ഞു നീങ്ങി. ഭാഗ്യവശാൽ അവ സസ്യാഹാരികളായിരുന്നു. മനുഷ്യന്റെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ചിലന്തികളും കൂറ്റൻ തേളുകളും വലിയ പാറ്റകളും ആ ലോകത്ത് സാധാരണമായിരുന്നു. ആ വനങ്ങളിലെ നേർത്ത ശബ്ദം പോലും ഈ ഭീമൻ പ്രാണികളുടെ ചിറകടിയുടെയും ഇഴച്ചിലിന്റെയും മുഴക്കമായിരുന്നു. ഈ പ്രാണികളുടെ ലോകത്ത് കരയിലെ നട്ടലുള്ള ജീവികളുടെ രാജാക്കന്മാർ ഉഭയജീവികളായിരുന്നു. ടിക്ടാലിക്കിന്റെ പിൻഗാവികൾ അപ്പോഴേക്കും പൂർണ്ണമായും കരയിൽ നടക്കാൻ പഠിച്ചിരുന്നു. മുതലകളെപ്പോലെ തോന്നിക്കുന്ന 10 അടിയോളം നീളമുള്ള ഭീമാകാരമായ ഉഭയജീവികൾ ആ ചതുപ്പുകളിലെ പ്രധാന വേട്ടക്കാരായിരുന്നു. അവ ചതുപ്പിലെ വെള്ളത്തിൽ പതുങ്ങിയിരുന്ന് വെള്ളം കുടിക്കാനെത്തുന്ന വലിയ പ്രാണികളെയും മറ്റു ചെറുജീവികളെയും പിടിച്ചു തിന്നു. പക്ഷേ അവർക്ക് ഒരു വലിയ പരിമിതി ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുള്ളതുപോലെ അവർക്ക് മുട്ടയിടാൻ വെള്ളം കൂടിയേ തീരൂ. അവരുടെ ജലെ പോലുള്ള മുട്ടകൾക്ക് കരയിലെ ചൂടിൽ ഉണങ്ങിപ്പോകാതെ നിലനിൽക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് എത്ര വലുതും ഭീകരനുമാണെങ്കിലും ഓരോ ഉഭയജീവിക്കും തന്റെ ജീവിതചക്രത്തിൽ എപ്പോഴെങ്കിലും വെള്ളത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവരുടെ സാമ്രാജ്യം ആ ചതുപ്പുകളുടെയും പുഴകളുടെയും തീരങ്ങളിൽ ഒതുങ്ങി നിന്നു. കരയുടെ ഉൾപ്രദേശങ്ങൾ, ആ വലിയ ഭൂഖണ്ഡങ്ങളുടെ വരണ്ട ഹൃദയഭൂമി അവർക്കപ്പോഴും അന്യമായിരുന്നു. ഈ വെല്ലുവിളിയെ മറികടക്കാൻ പ്രകൃതി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. ജീവന്റെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒന്നായിരുന്നു അത്. അമ്നിയോട്ടിക് മുട്ട. ചില ഉഭയജീവികളിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു പുതിയ കൂട്ടം ജീവികൾ മുട്ടയിടാൻ വെള്ളത്തെ ആശ്രയിക്കാത്ത ഒരു രീതി വികസിപ്പിച്ചെടുത്തു. അവരുടെ മുട്ടയ്ക്ക് പുറത്ത് ഉണങ്ങിപ്പോകാതെ സംരക്ഷിക്കാൻ തുകൽ പോലെയുള്ള ഒരു തോടുണ്ടായിരുന്നു. ആ തോടിനുള്ളിൽ ഒരു കുഞ്ഞിന് വളരാൻ വേണ്ടതെല്ലാം ഒരുക്കിയിരുന്നു. അതൊരു സ്വയം സമ്പൂർണമായ പേടകം പോലെയായിരുന്നു. ആ മുട്ടയ്ക്കുള്ളിൽ ആംനിയോൺ എന്നൊരു സ്ഥലം ഒരു സഞ്ചിയുണ്ടാക്കി അതിനുള്ളിൽ ദ്രാവകം നിറച്ച് വളരുന്ന ഭ്രൂണത്തെ ഒരു സ്വകാര്യ കുളത്തിലെന്ന പോലെ സംരക്ഷിച്ചു. ഉണങ്ങിപ്പോകാതെ വീഴ്ചയുടെ ആഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ആ കുഞ്ഞിന് അതിനുള്ളിൽ സുരക്ഷിതമായി കിടക്കാമായിരുന്നു. ഭ്രൂണത്തിനു വേണ്ട ഭക്ഷണം മഞ്ഞക്കരു അടങ്ങിയ മറ്റൊരു സഞ്ചിയിൽ കരുതിയിരുന്നു. ഭ്രൂണത്തിന്റെ വിസർജ്യവസ്തുക്കൾ ശേഖരിക്കാൻ അലൻടോയ്സ് എന്ന മറ്റൊരു സഞ്ചിയുമുണ്ടായിരുന്നു. ഈ കണ്ടുപിടുത്തം ഒരു സാധാരണ മാറ്റമായിരുന്നില്ല, അതൊരു വിപ്ലവമായിരുന്നു. ആ ഒരു മുട്ട നട്ടെല്ലുള്ള ജീവികളെ വെള്ളവുമായുള്ള അവസാനത്തെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു. ആദ്യമായി ഒരു ജീവിക്ക് കരയിൽ ജനിക്കാം, കരയിൽ ജീവിക്കാം, കരയിൽ തന്നെ പ്രത്യുൽപാദനം നടത്താം. അതോടെ അവർക്ക് ചതുപ്പുകൾ വിട്ട് വരണ്ട ഉൾപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ആ പുതിയ ലോകം കീഴടക്കാനും സാധിച്ചു. ഈ കഴിവ് നേടിയെടുത്ത ആദ്യത്തെ ജീവികളായിരുന്നു ഉരഗങ്ങൾ അഥവാ റെപ്റ്റൈൽസ്. ആദ്യത്തെ ഉരഗങ്ങൾ ഹൈലോനമസിനെ പോലെ ചെറിയ പല്ലികളെപ്പോലെയുള്ള ജീവികളായിരുന്നു. കാർബോണിഫെറസ് കാലഘട്ടത്തിലെ ഭീമൻ ഉഭയജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ വളരെ നിസ്സാരരായിരുന്നു. അവർ പൊള്ളയായ മരങ്ങളുടെ ഉള്ളിലും പാറയിടുക്കുകളിലും ഒളിച്ചാണ് ജീവിച്ചിരുന്നത്. അവർ പ്രധാനമായും ഭക്ഷിച്ചിരുന്നത് പ്രാണികളെയായിരുന്നു. ഒരു വശത്ത് ചതുപ്പിലെ ഭീമാകാരന്മാരായ എന്നാൽ വെള്ളത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന ഉഭയജീവികൾ, മറുവശത്ത് ചെറുതും ദുർബലരുമായ എന്നാൽ കരയെ പൂർണ്ണമായും കീഴടക്കാൻ കഴിവുള്ള പുതിയ തരം മുട്ടയിടുന്ന ഉരഗങ്ങൾ. ഒരു യുഗത്തിന്റെ അവസാനവും പുതിയൊന്നിന്റെ തുടക്കവും ആ ഇരുണ്ട വനങ്ങളിൽ ഒരുമിച്ചു കാണാമായിരുന്നു. കാർബോണിഫെറസ് കാലഘട്ടം അവസാനിക്കാറായപ്പോഴേക്കും ഭൂമിയുടെ കാലാവസ്ഥ വീണ്ടും മാറാൻ തുടങ്ങി. ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ചു ചേർന്ന് പാൻജിയ എന്ന ഒറ്റ വൻകരയായി മാറാൻ തുടങ്ങി. ഇത് ആഗോള കാലാവസ്ഥയെ മാറ്റിമറിച്ചു. അതുവരെ ഭൂമിയെ ഭരിച്ചിരുന്ന ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് പകരം കൂടുതൽ വരണ്ടതും തണുത്തതുമായൊരു കാലം വരാൻ പോവുകയായിരുന്നു. ആ പുതിയ ലോകം ചതുപ്പിൽ ജീവിക്കുന്ന ഉഭയജീവികൾക്ക് അനുകൂലമായിരുന്നില്ല. എന്നാൽ വരണ്ട കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിവുള്ള തൊലിയും വെള്ളം ആവശ്യമില്ലാത്ത മുട്ടകളുമുള്ള ഉരഗങ്ങൾക്ക് അതൊരു സുവർണാവസരമായിരുന്നു. ഭീമന്മാരുടെ യുഗം അവസാനിക്കാൻ പോവുകയായിരുന്നു. പകരം പുതിയൊരു കൂട്ടർ ലോകം ഭരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. കാർബോണിഫെറസ് കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ഭൂമിയുടെ മുഖം മാറാൻ തുടങ്ങിയിരുന്നു. അതുവരെ ചിതറിക്കിടന്നിരുന്ന ഭൂഖണ്ഡങ്ങൾ ഗുരുത്വാകർഷണത്തിന്റെ അദൃശ്യമായ കൈകളാൽ പരസ്പരം അടുത്തേക്ക് വലിക്കപ്പെട്ടു. ഒടുവിൽ ഏകദേശം 30 കോടി വർഷങ്ങൾക്ക് മുമ്പ് പെർമിയൻ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ അവയെല്ലാം കൂടിച്ചേർന്ന് ഒരൊറ്റ ഭീമാകാരമായ വൻകരയായി മാറി. പാൻജിയ, എല്ലാ കരയും എന്നർത്ഥം വരുന്ന ഒരു പേര്. ഈ പുതിയ ലോകം പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു വലിയ വൻകര രൂപപ്പെട്ടതോടെ അതുവരെ തീരപ്രദേശങ്ങളായിരുന്ന പല സ്ഥലങ്ങളും വൻകരയുടെ ഉൾഭാഗത്തായി. സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിന്
ഈ ഉൾപ്രദേശങ്ങളിൽ എത്താൻ കഴിയാതെയായി. ഫലമോ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മരുഭൂമികൾ പാൻജിയയുടെ ഹൃദയഭാഗത്ത് രൂപം കൊണ്ടു. കാർബോണിഫറസ് കാലഘട്ടത്തിലെ സുവിശാലമായ ചതുപ്പുവനങ്ങൾ ചുരുങ്ങാൻ തുടങ്ങി. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് പകരം അതികഠിനമായ ഋതുഭേദങ്ങളുള്ള ഒരു ലോകം വന്നു. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന ചൂടും മഞ്ഞുകാലത്ത് എല്ല് തുളയ്ക്കുന്ന തണുപ്പും. ഈ മാറുന്ന ലോകം ചതുപ്പുകളിൽ ജീവിച്ചിരുന്ന ഉഭയജീവികൾക്ക് ഒരു മരണമണിയായിരുന്നു. അവരുടെ ഈർപ്പമുള്ള തൊലിക്ക് വരണ്ട കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ ആവശ്യമായ ജലാശയങ്ങൾ വറ്റിത്തുടങ്ങി. ഭീമാകാരമായ ഉഭയജീവികളുടെ യുഗം പതിയെ അവസാനിക്കുകയായിരുന്നു. എന്നാൽ ഒരു കൂട്ടർക്ക് ഈ പുതിയ ലോകം ഒരു സ്വർഗമായിരുന്നു. വരണ്ട കാലാവസ്ഥയെ അതിജീവിക്കാൻ പാകത്തിൽ ചെതുമ്പലുകളുള്ള തൊലിയും വെള്ളം ആവശ്യമില്ലാത്ത ആംനിയോട്ടിക് മുട്ടകളുമുള്ള ഉരകങ്ങൾക്ക്. അവർ പതിയെ ആ ഒഴിഞ്ഞുകിടന്ന കരപ്രദേശങ്ങൾ കീഴടക്കാൻ തുടങ്ങി. പെർമിയൻ കാലഘട്ടം ഉരകങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിന്റെ കാലമായിരുന്നു. അവർ പല രൂപത്തിലും ഭാവത്തിലും പരിണമിച്ചു. അവരിൽ ഒരു കൂട്ടർ ഇന്ന് നമ്മൾ കാണുന്ന പല്ലികളുടെയും പാമ്പുകളുടെയും ആമകളുടെയും മുതലുകളുടെയും ഒക്കെ പൂർവികരായിരുന്നു. എന്നാൽ അന്നത്തെ ലോകം ഭരിച്ചിരുന്നത് അവരായിരുന്നില്ല. തികച്ചും വ്യത്യസ്തമായ ഒരു ശാഖയിൽപ്പെട്ട ഉരകങ്ങളായിരുന്നു അന്നത്തെ രാജാക്കന്മാർ. അവരെ സിനാപ്സിഡുകൾ എന്ന് വിളിക്കുന്നു. കാഴ്ചയിൽ ഉരകങ്ങളെപ്പോലെയായിരുന്നെങ്കിലും അവയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവയുടെ തലയോട്ടിയിൽ കണ്ണിനു പിന്നിലായി ഒരു ദ്വാരം, ടെമ്പറൽ ഫെനസ്ട്ര, ഉണ്ടായിരുന്നു. ഈ ദ്വാരം ശക്തമായ താടിയെല്ലിലെ പേശികൾക്ക് കൂടുതൽ സ്ഥലം നൽകി. ഇത് അവരെ കൂടുതൽ കാര്യക്ഷമരായ വേട്ടക്കാരാക്കി. ഈ സിനാപ്സിഡുകളാണ് പിന്നീട് സസ്തനികളായി പരിണമിച്ചത്. അതുകൊണ്ട് അവരെ സസ്തനികളെപ്പോലെയുള്ള ഉരകങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പെർമിയൻ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഡിമെട്രഡോൺ പോലുള്ള സിനാപ്സിഡുകൾ ആധിപത്യം സ്ഥാപിച്ചു. ഒരു മുതലയുടെ വലിപ്പമുള്ള ഈ ജീവിക്ക് മുതുകത്ത് ഒരു വലിയ പായ പോലെയുള്ള ഘടനയുണ്ടായിരുന്നു. ഇത് ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനായിരുന്നിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. രാവിലത്തെ തണുപ്പിൽ ഈ പായ സൂര്യരശ്മിയിലേക്ക് തിരിച്ചുപിടിച്ച് ശരീരം വേഗത്തിൽ ചൂടാക്കാനും അതുവഴി മറ്റുരകങ്ങളെക്കാൾ മുൻപേ ഇരതേടാനിറങ്ങാനും അതിന് കഴിഞ്ഞിരിക്കാം. പിന്നീട് പെർമിയൻ കാലഘട്ടത്തിന്റെ മധ്യത്തിലും അവസാനത്തിലും ഗോർഗനോപ്സിയനുകൾ പോലുള്ള കൂടുതൽ വികസിതമായ സിനാപ്സിഡുകൾ രംഗത്തു വന്നു. ഒരു ചെന്നായയുടെ വലിപ്പവും വാളുകൾ പോലെ മൂർച്ചയേറിയ കോമ്പല്ലുകളുമുള്ള ഇവർ അന്നത്തെ ഏറ്റവും അപകടകാരികളായ വേട്ടക്കാരായിരുന്നു. അവരുടെ കാലുകൾ ശരീരത്തിന് താഴെ കൂടുതൽ നിവർന്നു നിൽക്കുന്ന രീതിയിലായിരുന്നു. ഇത് ഉരകങ്ങളെപ്പോലെ വശങ്ങളിലേക്ക് ആടുന്നതിനു പകരം കൂടുതൽ വേഗത്തിൽ ഓടാൻ അവയെ സഹായിച്ചു. അതേസമയം സസ്യാഹാരികളായ സിനാപ്സിഡുകളും ഉണ്ടായിരുന്നു. മോസ്കോപ്സ് പോലുള്ള ജീവികൾക്ക് കട്ടിയുള്ള തലയോട്ടിയുണ്ടായിരുന്നു, ഒരുപക്ഷെ പരസ്പരം തലയിടിച്ചു പോരടിക്കാൻ. ലിസ്ട്രോസോറസ് എന്ന പന്നിയുടെ വലിപ്പമുള്ള കൊക്കുകൾ പോലെയുള്ള വായയുള്ള ജീവികൾ കൂട്ടമായി ജീവിച്ചു. പെർമിയൻ ലോകം ജീവൻ കൊണ്ട് നിറഞ്ഞിരുന്നു. കരയിൽ സിനാപ്സിഡുകൾ ഭരണം നടത്തിയപ്പോൾ സമുദ്രങ്ങളിൽ വൈവിധ്യമാർന്ന മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും ട്രൈലോബൈറ്റുകളും തഴച്ചു വളർന്നു. എല്ലാം ശാന്തമായി മുന്നോട്ടു പോകുന്നു എന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുന്നത്. ഏകദേശം 25.2 കോടി വർഷങ്ങൾക്ക് മുമ്പ് പെർമിയൻ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ഭൂമിയിലെ ജീവൻ ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. മഹാമരണം എന്നറിയപ്പെടുന്ന ഈ സംഭവം ദിനോസറുകളെ ഇല്ലാതാക്കിയ വംശനാശത്തേക്കാൾ എത്രയോ ഭീകരമായിരുന്നു. അതിന്റെ കാരണം സൈബീരിയയിൽ ഇന്നത്തെ റഷ്യയുടെ ഭാഗമായ പ്രദേശത്ത് നടന്ന അതിഭീമാകാരമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളായിരുന്നു. അതൊരു സാധാരണ സ്ഫോടനമായിരുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ലാവയുടെ ഒരു മഹാപ്രളയമായിരുന്നു അത്. സൈബീരിയൻ ട്രാപ്സ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തിൽ ഇന്ത്യയുടെ പല മടങ്ങ് വലിപ്പമുള്ള ഒരു പ്രദേശം മുഴുവൻ കിലോമീറ്ററുകളോളം കനത്തിൽ ലാവ കൊണ്ട് മൂടപ്പെട്ടു. ഈ സ്ഫോടനങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കോടിക്കണക്കിന് ടൺ കാർബൺ ഡയോക്സൈഡും മീഥേനും പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളി. ഇത് ഭൂമിയിലെ താപനില അതിവേഗം വർദ്ധിപ്പിച്ചു. ആഗോളതാപനം അതിരൂക്ഷമായി. അതോടെ ധ്രുവങ്ങളിലെ മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയർന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് സമുദ്രജലത്തിൽ ലയിച്ചതോടെ സമുദ്രങ്ങൾ അമ്ലമയമായി. ഇത് പവിഴപ്പുറ്റുകളെയും കട്ടിയുള്ള പുറന്തോടുള്ള ജീവികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കി. സമുദ്രത്തിലെ താപനില വർദ്ധിച്ചതോടെ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു. സമുദ്രത്തിന്റെ വലിയൊരു ഭാഗം ജീവന് നിലനിൽക്കാൻ കഴിയാത്ത മൃതമേഖലകളായി.
ഡെഡ് സോൺസ് ആയി മാറി. കരയിലാകട്ടെ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള സൾഫർ ഡയോക്സൈഡ് മഴവെള്ളവുമായി ചേർന്ന് അമ്ലമഴയായി പെയ്തിറങ്ങി. ഇത് വനങ്ങളെയും സസ്യങ്ങളെയും നശിപ്പിച്ചു. സസ്യങ്ങൾ നശിച്ചതോടെ അവയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന സസ്യാഹാരികൾ പട്ടിണി കൊണ്ട് ചത്തൊടുങ്ങി. പിന്നാലെ അവയെ ഭക്ഷിച്ചിരുന്ന മാംസാഹാരികളും. അതൊരു ലോകാവസാനം പോലെയായിരുന്നു. ഏകദേശം 96% സമുദ്രജീവികളും 70% കരയിലെ നട്ടെല്ലുള്ള ജീവികളും ആ മഹാദുരന്തത്തിൽ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായി. ഭൂമിയിലെ ജീവൻ ഒരു നൂൽപ്പാലത്തിൽ തൂങ്ങിയാടി. ട്രൈലോബൈറ്റുകൾ എന്ന 27 കോടി വർഷമായി സമുദ്രങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജീവികൾക്ക് അതോടെ വംശനാശം സംഭവിച്ചു. ഭൂമി ഒരു ശ്മശാന ഭൂമി പോലെയായി. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്തു ആ ആഘാതത്തിൽ നിന്ന് കരകയറാൻ. പക്ഷേ എല്ലാ ദുരന്തങ്ങളും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും. മഹാമരണം ജീവന്റെ പുസ്തകത്തിലെ ഒരു അധ്യായം അവസാനിപ്പിച്ചപ്പോൾ അത് പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആ ദുരന്തത്തെ അതിജീവിച്ച ചുരുക്കം ചില ജീവികളിൽ ചിലർ അടുത്ത ലോകത്തിന്റെ അവകാശികളാകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിജീവിച്ചവരിൽ ലിസ്ട്രോസോറസിനെ പോലുള്ള ചില സിനാപ്സിഡുകളുമുണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ ലോകത്ത് അവർക്കൊരു പുതിയ എതിരാളി ഉയർന്നു വന്നിരുന്നു. മഹാമരണത്തിനു മുമ്പ് അത്ര പ്രബലരല്ലാതിരുന്ന, എന്നാൽ അതിജീവനത്തിന്റെ പരീക്ഷയിൽ വിജയിച്ച ഒരു പുതിയ കൂട്ടം ഉരഗങ്ങൾ. അവരായിരുന്നു ആർക്കോസോറുകൾ, ദിനോസറുകളുടെയും മുതലകളുടെയും പറക്കുന്ന ടെറോസറുകളുടെയും പൂർവികർ. അടുത്ത യുഗം അവരുടേതായിരുന്നു, ദിനോസറുകളുടെ യുഗം. മഹാമരണം കഴിഞ്ഞുള്ള ലോകം ഒരു പ്രേതഭൂമി പോലെയായിരുന്നു. സൈബീരിയൻ ലാവയുടെ കരിഞ്ഞ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. അമ്ലമഴയിൽ കരിഞ്ഞുപോയ വനങ്ങളുടെ സ്ഥാനത്ത് ചാരവും കറുത്ത മണ്ണും മാത്രം. സമുദ്രങ്ങൾ ഏതാണ്ട് ശൂന്യമായിരുന്നു. ഓക്സിജനില്ലാത്ത ആഴങ്ങളിൽ ജീവന്റെ തുടിപ്പുകൾ നിലച്ചിരുന്നു. ഭൂമിയിലെ സംഗീതം നിലച്ചതുപോലെ ഒരു ഭയാനകമായ നിശ്ശബ്ദത എല്ലായിടത്തും തളം കെട്ടിനിന്നു. ആ ദുരന്തം ഭൂമിയിലെ 90%-ലധികം ജീവജാലങ്ങളെയും തുടച്ചു നീക്കിയിരുന്നു. ജീവന്റെ പുസ്തകത്തിലെ മിക്കവാറും എല്ലാ താളുകളും കീറിപ്പോയിരുന്നു. എന്നാൽ ആ ചാരത്തിൽ നിന്ന് പുതിയ നാമ്പുകൾ മുളയ്ക്കാൻ അധികകാലം വേണ്ടിവന്നില്ല. അതിജീവനത്തിന്റെ കലയിൽ പ്രാവീണ്യം നേടിയ ചുരുക്കം ചില ജീവികൾ ആ ഒഴിഞ്ഞ ലോകത്ത് പുതിയൊരു ജീവിതം ആരംഭിച്ചു. അടുത്ത കാലഘട്ടം ട്രയാസിക്. ഈ അതിജീവിച്ചവരുടെ കഥയാണ്. അതൊരു മത്സരത്തിന്റെ കഥ കൂടിയായിരുന്നു. ശൂന്യമായ ഈ ലോകത്തിന്റെ പുതിയ അവകാശികൾ ആരായിരിക്കും എന്നതിന്റെ മത്സരം. കരയിലെ ഏറ്റവും വലിയ വിജയികളിൽ ഒരാൾ ലിസ്ട്രോസോറസ് എന്ന സിനാപ്സിഡായിരുന്നു. ഒരു പന്നിയുടെ വലുപ്പമുള്ള തടിച്ച ശരീരവും ആമയുടേതുപോലുള്ള കൊക്കുകളും 2 ചെറിയ തേറ്റപ്പല്ലുകളുമുള്ള ഒരു വിചിത്ര ജീവിയായിരുന്നു അത്. മഹാമരണത്തിനു മുമ്പ് അതൊരു സാധാരണ ജീവി മാത്രമായിരുന്നു. എന്നാൽ ആ ദുരന്തം അതിൻ്റെ എല്ലാ ശത്രുക്കളെയും എതിരാളികളെയും ഇല്ലാതാക്കി. ലിസ്ട്രോസോറസ് ഒരു ദുരന്ത ജീവി അല്ലെങ്കിൽ ഡിസാസ്റ്റർ ടാക്സോണായി മാറി. ഒരു ദുരന്തത്തിന് ശേഷം തഴച്ചുവരുന്ന ജീവി. അവയ്ക്ക് ഭൂമിക്കടിയിൽ മാളങ്ങൾ കുഴിച്ചു ജീവിക്കാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഏറ്റവും ഭീകരമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അവ ഒരുപക്ഷെ രക്ഷപ്പെട്ടിരിക്കാം. ട്രയാസിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഭൂമിയിലെ നട്ടെല്ലുള്ള ജീവികളിൽ 95% ലിസ്ട്രോസോറസുകളായിരുന്നു എന്ന് ഫോസിൽ രേഖകൾ പറയുന്നു. ഭൂമി മുഴുവൻ അവയുടെ കൂട്ടങ്ങൾ മേഞ്ഞു നടന്നു. എന്നാൽ സിനാപ്സിഡുകൾക്ക് ഒരൊറ്റ എതിരാളി ഉണ്ടായിരുന്നു. മഹാമരണത്തെ അതിജീവിച്ച മറ്റൊരു കൂട്ടം ഉരഗങ്ങൾ, ആർക്കോസോറുകൾ. പെർമിയൻ കാലഘട്ടത്തിൽ അത്ര പ്രബലരല്ലാതിരുന്ന അവർ ഈ പുതിയ ലോകത്ത് സിനാപ്സിഡുകളുമായി നേരിട്ട് മത്സരത്തിനിറങ്ങി. ട്രയാസിക് കാലഘട്ടത്തിൽ ഈ ആർക്കോസോറുകളുടെ വംശവൃക്ഷം രണ്ടായി പിരിഞ്ഞു. ഒരു ശാഖ മുതലകളുടെ പൂർവികരുടെ ശാഖയായിരുന്നു, സുഡോസൂക്കിയ. രണ്ടാമത്തേത് ദിനോസറുകളുടെയും പറക്കുന്ന ടെറോസറുകളുടെയും ശാഖയും. ട്രയാസിക് കാലഘട്ടത്തിന്റെ ഭൂരിഭാഗം സമയത്തും മുതലകളുടെ പൂർവികരായിരുന്നു കരയിലെ യഥാർത്ഥ രാജാക്കന്മാർ. പോസ്റ്റോസൂക്കസ് പോലുള്ള ഭീമാകാരമായ വേട്ടക്കാർ ആ ലോകത്ത് ഭീതി വിതച്ചു. ഒരു വലിയ മുതലയെ 4 നീണ്ട കാലുകളിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയതുപോലെയായിരുന്നു പോസ്റ്റോസൂക്കസ്. ഏകദേശം 20 അടിയോളം നീളമുള്ള ഈ ജീവി ലിസ്ട്രോസോറസുകളെയും മറ്റ് സസ്യാഹാരികളെയും വേട്ടയാടി. അവരുടെ ശക്തമായ താടിയെല്ലുകളും നിവർന്നു നിൽക്കാൻ സഹായിച്ച കാലുകളും അവരെ സിനാപ്സിഡുകളേക്കാൾ മികച്ച വേട്ടക്കാരായി മാറ്റി. ഈ ഭീമാകാരമായ മുതലബന്ധുക്കളുടെ നിഴലിലാണ് രണ്ടാമത്തെ ആർക്കോസോർ ശാഖയായ ദിനോസറുകളുടെ പൂർവികർ ജീവിച്ചത്. ഏകദേശം 23 കോടി വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ആദ്യത്തെ ദിനോസറുകൾ പരിണമിച്ചുണ്ടായി. പക്ഷേ അവ സ്റ്റീവൻ സ്പിൽബർഗിന്റെ സിനിമകളിലെ ഭീമാകാരന്മാരായിരുന്നില്ല. ആദ്യത്തെ ദിനോസറുകൾ ചെറുതും വേഗതയേറിയതും 2 കാലുകളിൽ ഓടുന്നതുമായ ജീവികളായിരുന്നു. ഒരു നായയുടെ വലിപ്പമുള്ള ഇയോറാപ്റ്റർ,
10 അടിയോളം നീളമുള്ള ഹെറേറാസോറസ് എന്നിവ ആദ്യത്തെ ദിനോസറുകളിൽ പെടുന്നു. അവർക്കൊരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. മറ്റു ഉരഗങ്ങളുടെ കാലുകൾ ശരീരത്തിന്റെ വശങ്ങളിലേക്കാണ് വളർന്നിരുന്നതെങ്കിൽ ദിനോസറുകളുടെ കാലുകൾ നേരെ താഴേക്കായിരുന്നു, ശരീരത്തിന് കീഴിൽ. ഇന്നത്തെ പക്ഷികളെയും സസ്തനികളെയും പോലെ. ഈ നിവർന്ന നിൽപ്പ് അവയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. അതവർക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായി ഓടാൻ കഴിവ് നൽകി. അന്നത്തെ ലോകത്ത് ഈ ചെറിയ ദിനോസറുകൾ വലിയ വേട്ടക്കാരുടെ മുന്നിൽ വെറും ഇരകളായിരുന്നു. അവർ പ്രധാനമായും രാത്രിയിലോ അല്ലെങ്കിൽ വലിയ ജീവികൾക്കെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലോ ഒളിച്ചായിരിക്കാം ജീവിച്ചിരുന്നത്. അവരൊരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് അന്ന് ആരും കരുതിയിരിക്കില്ല. അതേസമയം ദിനോസറുകളുടെ അടുത്ത ബന്ധുക്കളായ മറ്റൊരു കൂട്ടം ആർക്കോസോറുകൾ കരയിൽ നിന്ന് വ്യത്യസ്തമായൊരു വഴി തിരഞ്ഞെടുത്തു. അവർ ആകാശം കീഴടക്കാൻ തീരുമാനിച്ചു. അവരായിരുന്നു ടെറോസോറുകൾ, അതായത് നട്ടെല്ലുള്ള ജീവികളിൽ ആദ്യമായി പറന്നവർ. അവയുടെ ചിറകുകൾ പക്ഷികളുടേതുപോലെയോ വവ്വാലുകളുടേതുപോലെയോ ആയിരുന്നില്ല. കൈയിലെ 4ാമത്തെ വിരൽ, അതായത് മോതിരവിരൽ, അസാധാരണമായി നീണ്ടു വളർന്ന് അതിൽ ഘടിപ്പിച്ചൊരു തൊലിയുടെ പാളിയായിരുന്നു ചിറകായി മാറിയത്. ആദ്യത്തെ ടെറോസോറുകൾ ചെറുതായിരുന്നു, പക്ഷെ കാലക്രമേണ അവ ഒരു ചെറുവിമാനത്തിന്റെ വലിപ്പത്തിൽ വരെ എത്തി. സമുദ്രങ്ങളിലും ജീവൻ പതിയെ തിരിച്ചുവരികയായിരുന്നു. മഹാമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചുരുക്കം ചില ജീവികളിൽ നിന്ന് പുതിയൊരു ലോകം ഉടലെടുത്തു. കരയിൽ നിന്ന് തിരികെ കടലിലേക്ക് മടങ്ങിയ ഉരഗങ്ങൾ ഈ പുതിയ സമുദ്രലോകം കീഴടക്കി. ഇക്തിയോസോറുകൾ എന്ന ഇന്നത്തെ ഡോൾഫിനുകളെ പോലെ തോന്നിക്കുന്ന ഉരഗങ്ങൾ മത്സ്യങ്ങളെ വേട്ടയാടി നീന്തിത്തുടിച്ചു. നീണ്ട കഴുത്തുള്ള പ്ലീസിയോസോറുകൾ പതുങ്ങിയിരുന്ന് ഇര പിടിച്ചു. ട്രയാസിക് ലോകം അങ്ങനെ വീണ്ടും ജീവൻ കൊണ്ട് നിറഞ്ഞു. കരയിൽ സിനാപ്സിഡുകളും ആർക്കോസോറുകളും തമ്മിലുള്ള അധികാര വടംവലി. അതിൽ തന്നെ മുതല ബന്ധുക്കളും ദിനോസർ ബന്ധുക്കളും തമ്മിലുള്ള മത്സരം. ആകാശത്തെ ടെറോസറുകൾ, കടലിൽ സമുദ്ര ഉരഗങ്ങൾ, എല്ലാം ഒരു പുതിയ സന്തുലിതാവസ്ഥയിലേക്ക് വരികയായിരുന്നു. എന്നാൽ ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടം അവസാനിച്ചപ്പോൾ ഭൂമിക്ക് വീണ്ടും മുറിവേറ്റു. മറ്റൊരു വലിയ വംശനാശം. പാൻജിയ വൻകര പൊട്ടിപ്പിളരാൻ തുടങ്ങിയപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം രൂപം കൊണ്ട സ്ഥലത്ത് അതിഭീമാകാരമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നു. സൈബീരിയൻ ട്രാപ്സിന്റെ അത്ര വലുതല്ലായിരുന്നെങ്കിലും ഈ സ്ഫോടനങ്ങൾ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളി. വീണ്ടും ആഗോളതാപനം, സമുദ്രങ്ങളുടെ അമ്ലീകരണം. ഈ ട്രയാസിക് ജുറാസിക് വംശനാശം മഹാമരണത്തോളം ഭീകരമായിരുന്നില്ല. പക്ഷേ അത് ഭൂമിയിലെ കളിയുടെ നിയമങ്ങൾ വീണ്ടും മാറ്റിയെഴുതി. കരയിലെ ഭീമാകാരമായ മുതലബന്ധുക്കളായ ആർക്കോസോറുകളിൽ ഭൂരിഭാഗവും ഈ ദുരന്തത്തിൽ ഇല്ലാതായി. സസ്തനികളുടെ പൂർവികരായ സിനാപ്സിഡുകളിൽ വലുപ്പമുള്ള മിക്കവാറും എല്ലാവർക്കും വംശനാശം സംഭവിച്ചു. എലിയുടെ വലുപ്പമുള്ള ചെറിയ നിശാചാരികൾ മാത്രമാണ് അവരിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ ഒരു കൂട്ടർ ഈ ദുരന്തത്തെ അതിജീവിക്കുക മാത്രമല്ല, അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും ചെയ്തു. ദിനോസറുകൾ. എന്തുകൊണ്ടാണ് ദിനോസറുകൾ ഈ വംശനാശത്തെ അതിജീവിച്ചത് എന്നത് ഇന്നും ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അവയുടെ കാര്യക്ഷമമായ ശ്വസനരീതിയോ അല്ലെങ്കിൽ വേഗത്തിൽ വളരാനുള്ള കഴിവോ അവയെ സഹായിച്ചിരിക്കാം. കാരണം എന്തുതന്നെയായാലും ഫലം വ്യക്തമായിരുന്നു. ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാനത്തോടെ അവരുടെ പ്രധാന എതിരാളികളെല്ലാം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായിരുന്നു. ലോകം ഒരു ഒഴിഞ്ഞ സിംഹാസനം പോലെ അവർക്ക് മുന്നിൽ കിടന്നു. അടുത്ത 15 കോടി വർഷത്തേക്ക് ആ സിംഹാസനത്തിൽ വേറെ അവകാശികൾ ഉണ്ടായിരുന്നില്ല. ഭീമന്മാരുടെ ഉദയം പൂർണ്ണമായി. ജുറാസിക് കാലഘട്ടം ആരംഭിക്കുകയായിരുന്നു. ട്രയാസിക് ജുറാസിക് വംശനാശത്തിന്റെ ചാരം പതിയെ അടങ്ങിയപ്പോൾ ഭൂമി ഉണർന്നത് പുതിയൊരു ലോകത്തിലേക്കാണ്. ദിനോസറുകളുടെ എതിരാളികൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായിരുന്നു. ഒഴിഞ്ഞുകിടന്ന ആ ലോകം ഒരു വലിയ ക്യാൻവാസ് പോലെ അവരുടെ പരിണാമത്തിനു മുന്നിൽ തുറന്നുകിടന്നു. അടുത്ത 15 കോടി വർഷം, അതായത് ജുറാസിക് ക്രിട്ടേഷ്യസ് കാലഘട്ടങ്ങൾ, ഈ അത്ഭുത ജീവികളുടെ ആധിപത്യത്തിന്റെ കഥയാണ്. മെസോസോയിക് മഹാകൽപ്പം അക്ഷരാർത്ഥത്തിൽ ദിനോസറുകളുടെ യുഗം, ഏജ് ഓഫ് ഡൈനോസേഴ്സ് ആയി മാറി. ജുറാസിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ പാൻജിയ വൻകര പൊട്ടിപ്പിളരാൻ തുടങ്ങിയിരുന്നു. വടക്ക് ലൊറേഷ്യയും തെക്ക് ഗോണ്ട്വാനയും എന്ന 2 വലിയ ഭൂഖണ്ഡങ്ങളായി അത് വേർപിരിഞ്ഞു. ഇത് ആഗോള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ട്രയാസിക്കിലെ വരണ്ട മരുഭൂമി നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് പകരം കൂടുതൽ ഈർപ്പമുള്ള സുഖകരമായ ഒരു കാലാവസ്ഥ വന്നു. മഴയുടെ അളവ് വർദ്ധിച്ചു. ഇത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അനുകൂലമായിരുന്നു. ഭീമാകാരമായ കോണിഫർ മരങ്ങൾ, പൈൻ മരങ്ങളുടെ പൂർവികർ, സൈക്കഡുകൾ, പന പോലെയുള്ള ചെടികൾ, പിന്നെ ഭീമൻ പന്നൽ ചെടികൾ എന്നിവ നിറഞ്ഞ വനങ്ങൾ ഭൂമിയിലുടനീളം വ്യാപിച്ചു.
പൂക്കളോ പുൽമേടുകളോ അപ്പോഴും ഉണ്ടായിരുന്നില്ല. ആ ലോകം പച്ചയുടെയും തവിട്ടു നിറത്തിന്റെയും ഒരു വലിയ ലോകമായിരുന്നു. ഈ ഭക്ഷണസമൃദ്ധി ദിനോസറുകളുടെ പരിണാമത്തിലെ ഒരു വലിയ പ്രതിഭാസത്തിന് കാരണമായി. ഭീമാകാരത്വം, ജിഗാന്റിസം. സസ്യങ്ങൾ സമൃദ്ധമായപ്പോൾ അവയെ ഭക്ഷിക്കുന്ന സസ്യാഹാരികളായ ദിനോസറുകൾക്ക് പരിണാമത്തിൽ ഒരു പുതിയ വഴി തുറന്നുകിട്ടി. വലിപ്പം കൂടുന്നതിന് പല ഗുണങ്ങളുണ്ടായിരുന്നു. വലിയ ശരീരം വേട്ടക്കാരിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷണം നൽകി. ദഹനപ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വലിയ വയറിന് സാധിച്ചു. ശരീരത്തിലെ താപനില എളുപ്പത്തിൽ നഷ്ടപ്പെടാതെ സ്ഥിരമായി നിലനിർത്താനും വലിയ ശരീരത്തിന് കഴിഞ്ഞു. ഇതിന്റെ ഫലമായിരുന്നു സോറോപോഡുകൾ, ഭൂമിയിൽ ഇന്നുവരെ ജീവിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ കരജീവികൾ. ജുറാസിക് കാലഘട്ടം അവയുടെ സുവർണയുഗമായിരുന്നു. നീണ്ട കഴുത്തും അതിലും നീണ്ട വാലും തൂണുകൾ പോലെയുള്ള 4 കാലുകളുമുള്ള ഈ ഭീമാകാരന്മാർ ഭൂമിയിൽ ഒരു പർവ്വതം ചലിക്കുന്നതുപോലെ നീങ്ങി. ഡിപ്ലോഡോക്കസ്, ബ്രാക്കിയോസോറസ്, അപ്പാറ്റോസോറസ് തുടങ്ങിയ സോറോപോഡുകൾ അമേരിക്കൻ സമതലങ്ങളിൽ മേഞ്ഞു നടന്നു. ബ്രാക്കിയോസോറസിന് അതിന്റെ മുൻകാലുകൾക്ക് പിൻകാലുകളേക്കാൾ നീളം കൂടുതലായിരുന്നു. ഒരു ജിറാഫിനെ പോലെ അത് അതിന്റെ നീണ്ട കഴുത്തുയർത്തിപ്പിടിച്ച് ഉയർന്ന മരങ്ങളിലെ ഇലകൾ ഭക്ഷിച്ചു. ഡിപ്ലോഡോക്കസിനാകട്ടെ അതിന്റെ ശരീരത്തേക്കാൾ നീളമുള്ള ഒരു ചാട്ടവാർ പോലത്തെ വാലുണ്ടായിരുന്നു. ഇത് വേട്ടക്കാരെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ മറ്റു ഡിപ്ലോഡോക്കസുകളുമായി ആശയവിനിമയം നടത്താനോ ഉപയോഗിച്ചിരിക്കാം. അവയുടെ ഭാരം താങ്ങാൻ പാകത്തിൽ എല്ലുകൾക്കുള്ളിൽ വായു അറകൾ നിറഞ്ഞിരുന്നു. ഇത് പക്ഷികളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഈ സസ്യഭീമന്മാർ ഉള്ളിടത്ത് അവയെ വേട്ടയാടാൻ വലിയ മാംസാഹാരികളും വേണമല്ലോ. ജുറാസിക് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാർ തെറോപോഡുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളായിരുന്നു. അല്ലോസോറസ് ആയിരുന്നു അന്നത്തെ രാജാവ്. ഏകദേശം 35 അടി നീളമുള്ള മൂർച്ചയേറിയ പല്ലുകളും വലിയ 3 വിരലുകളുള്ള കൈകളുമുള്ള ഈ ഭീകരൻ കൂട്ടമായിട്ടായിരിക്കാം സോറോപോഡ് കുഞ്ഞുങ്ങളെയും മറ്റ് സസ്യാഹാരികളെയും വേട്ടയാടിയിരുന്നത്. സെറാറ്റോസോറസ് എന്ന മൂക്കിനു മുകളിൽ ഒരു കൊമ്പുള്ള മറ്റൊരു വേട്ടക്കാരനും ആ ലോകത്ത് ജീവിച്ചിരുന്നു. എല്ലാ ദിനോസറുകളും ഭീമാകാരന്മാരായിരുന്നില്ല. സ്റ്റെഗോസോറസ് എന്ന മുതുകത്ത് 2 വരി വലിയ അസ്ഥിത്തകിടുകളും വാലറ്റത്ത് 4 കൂർത്ത മുള്ളുകളുമുള്ള സസ്യാഹാരിയും ജുറാസിക് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഈ തകിടുകൾ പ്രതിരോധത്തിനാണോ അതോ ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനാണോ അല്ലെങ്കിൽ ഇണയെ ആകർഷിക്കാനാണോ ഉപയോഗിച്ചിരുന്നത് എന്ന കാര്യത്തിൽ ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഒരു വാൾനട്ടിന്റെ വലിപ്പമുള്ള തലച്ചോറുമായി ഇത്രയും വലിയൊരു ജീവി എങ്ങനെ ജീവിച്ചുവെന്നത് ശാസ്ത്രജ്ഞരെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നു. അതേസമയം ദിനോസറുകളുടെ നിഴലിൽ മറ്റൊരു ലോകം ഒളിച്ചു കഴിയുന്നുണ്ടായിരുന്നു. നമ്മുടെ പൂർവികരായ സസ്തനികളുടെ ലോകം. ട്രയാസിക് ജുറാസിക് വംശനാശത്തെ അതിജീവിച്ച സിനാപ്സിഡുകളിൽ നിന്ന് പരിണമിച്ചുണ്ടായ ആദ്യത്തെ യഥാർത്ഥ സസ്തനികൾ ജുറാസിക് കാലഘട്ടത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അവർക്ക് ദിനോസറുകളുമായി മത്സരിക്കാൻ കഴിഞ്ഞില്ല. മെഗാസോസ്ട്രോഡോൺ പോലുള്ള ആദ്യകാല സസ്തനികൾക്ക് ഒരു എലിയുടെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരു ഒളിപ്പോർ ജീവിതം നയിച്ചു. പകൽ സമയങ്ങളിൽ ദിനോസറുകൾ ലോകം ഭരിക്കുമ്പോൾ അവർ മാളങ്ങളിലോ മരപ്പൊത്തുകളിലോ ഒളിച്ചിരുന്നു. രാത്രിയുടെ മറവിൽ പുറത്തിറങ്ങി പ്രാണികളെയും ചെറിയ പല്ലികളെയും ഭക്ഷിച്ചു. ഈ നിശാജീവിതം അവരിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമായി. ഇരുട്ടിൽ വഴി കണ്ടെത്താൻ അവയുടെ കേൾവിശക്തിയും ഘ്രാണശക്തിയും മെച്ചപ്പെട്ടു. ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്താൻ അവയുടെ ശരീരത്തിൽ രോമങ്ങൾ വളർന്നു. അവ ഉഷ്ണരക്തജീവികളായി മാറി. ഏറ്റവും പ്രധാനമായി കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും പാൽ കൊടുത്തു വളർത്താനും അവ പഠിച്ചു. ഈ പ്രത്യേകതകളാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ദിനോസറുകളുടെ യുഗം അവസാനിക്കുമ്പോൾ അവർക്ക് ലോകം കീഴടക്കാൻ സഹായകമായത്. അതേസമയം തെറോപോഡ് ദിനോസറുകളുടെ ഒരു ശാഖ പരിണാമത്തിന്റെ ഒരു പുതിയ പാത തെരഞ്ഞെടുക്കുകയായിരുന്നു. അവർ ആകാശത്തേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുകയായിരുന്നു. ജുറാസിക് കാലഘട്ടത്തിലെ ചില ചെറിയ മാംസാഹാരികളായ തെറോപോഡുകളുടെ ശരീരത്തിൽ രോമം പോലെയുള്ള തൂവലുകൾ അഥവാ പ്രോട്ടോഫെതേഴ്സ് വളരാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇത് ശരീരത്തിലെ ചൂട് നിലനിർത്താൻ വേണ്ടിയായിരിക്കാം. ആർക്കിയോപ്ടെറിക്സ് എന്ന ഫോസിൽ ദിനോസറുകളും പക്ഷികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. ഒരു കാക്കയുടെ വലിപ്പമുള്ള ഈ ജീവിക്ക് ദിനോസറുകളെ പോലെ പല്ലുകളുള്ള വായും കൈകളിൽ നഖങ്ങളും നീണ്ട എല്ലുകളുള്ള വാലുമുണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം ഇന്നത്തെ പക്ഷികളുടേതുപോലെ പറക്കാൻ സഹായിക്കുന്ന തൂവലുകളുള്ള ചിറകുകളും അതിനുണ്ടായിരുന്നു. അത് പൂർണ്ണമായി പറന്നിരുന്നോ അതോ മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് തെന്നി നീങ്ങുകയായിരുന്നോ
അഥവാ ഗ്ലൈഡിംഗ് ആയിരുന്നോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിലും അതൊരു തുടക്കമായിരുന്നു. ദിനോസറുകളുടെ ഒരു ശാഖ പക്ഷികളായി മാറുന്നതിൻ്റെ ആദ്യത്തെ പടി. ജുറാസിക് കാലഘട്ടം അവസാനിച്ചപ്പോൾ ലോകം ദിനോസറുകളുടെ കാൽക്കീഴിലായിരുന്നു. കരയിലും കടലിലും ആകാശത്തും ഉരഗങ്ങൾ ഭരണം നടത്തി. എന്നാൽ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത കാലഘട്ടമായ ക്രിട്ടേഷ്യസ് ദിനോസർ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിന്റെയും ഒടുവിൽ അതിന്റെ ദാരുണമായ അന്ത്യത്തിന്റെയും കഥയാണ്. ജുറാസിക് കാലഘട്ടം അവസാനിച്ചപ്പോൾ ദിനോസർ സാമ്രാജ്യം അതിന്റെ പ്രതാപത്തിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. അടുത്ത കാലഘട്ടമായ ക്രിട്ടേഷ്യസ് കാലഘട്ടം ഏകദേശം 14.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചപ്പോൾ ആ ആധിപത്യം തുടരുക മാത്രമല്ല, കൂടുതൽ വൈവിധ്യപൂർണമാവുകയും ചെയ്തു. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ ഭൂമിയുടെ ഭൂപടം വീണ്ടും മാറി. ഗോണ്ട്വാനയും ലൗറേഷ്യയും പൊട്ടിപ്പിളർന്ന് ഇന്ന് നമുക്ക് പരിചിതമായ ഭൂഖണ്ഡങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. തെക്കേ അമേരിക്ക ആഫ്രിക്കയിൽ നിന്ന് വേർപെട്ടു. ഇന്ത്യ അന്റാർട്ടിക്കയിൽ നിന്ന് വേർപെട്ട് ഏഷ്യയിലേക്ക് യാത്ര തുടങ്ങി. ഈ ഭൂഖണ്ഡങ്ങളുടെ വേർപിരിയൽ ഓരോ കരയിലും ഒറ്റപ്പെട്ടുകൊണ്ട് ജീവികൾക്ക് തനതായ രീതിയിൽ പരിണമിക്കാൻ അവസരം നൽകി. കാലാവസ്ഥ ജുറാസിക്കിലേതിനേക്കാൾ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായി മാറി. ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ ഉണ്ടായിരുന്നില്ല. അന്റാർട്ടിക്കയിൽ പോലും വനങ്ങളുണ്ടായിരുന്നു. സമുദ്രനിരപ്പ് വളരെ ഉയർന്നതായിരുന്നു, ഇന്നത്തേക്കാൾ ഏകദേശം 200 മീറ്റർ കൂടുതൽ. അതുകൊണ്ട് വൻകരകളുടെ വലിയൊരു ഭാഗം ആഴം കുറഞ്ഞ കടലിനടിയിലായിരുന്നു. ഈ പുതിയ ലോകത്ത്, സസ്യങ്ങളുടെ ലോകത്ത് ഒരു നിശബ്ദ വിപ്ലവം നടന്നു. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കണ്ടുപിടുത്തങ്ങളിലൊന്ന് പൂക്കൾ. ആൻജിയോസ്പേംസ് അഥവാ സപുഷ്പികൾ എന്നറിയപ്പെടുന്ന ഈ പുതിയ തരം ചെടികൾ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ എവിടെയോ പരിണമിച്ചുണ്ടായി. അതുവരെയുണ്ടായിരുന്ന ചെടികൾ കാറ്റിന്റെ സഹായത്തോടെയായിരുന്നു പരാഗണം നടത്തിയിരുന്നത്. അതൊരു ഭാഗ്യപരീക്ഷണം പോലെയായിരുന്നു. എന്നാൽ പൂക്കൾ ഒരു പുതിയ തന്ത്രം കണ്ടുപിടിച്ചു. അവ പ്രാണികളെയും പക്ഷികളെയും മറ്റ് ചെറുജീവികളെയും ആകർഷിക്കാൻ തുടങ്ങി. മധുരമുള്ള തേൻ, ആകർഷകമായ നിറങ്ങൾ, വാസനകൾ എന്നിവ നൽകി അവ ജീവികളെ ക്ഷണിച്ചു. തേൻ കുടിക്കാനെത്തുന്ന പ്രാണിയുടെ ശരീരത്തിൽ പൂമ്പൊടി പറ്റിപ്പിടിക്കും. ആ പ്രാണി അടുത്ത പൂവിൽ ചെല്ലുമ്പോൾ അവിടെ പരാഗണം നടക്കും. ഇതൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു. ചെടികൾക്ക് കാര്യക്ഷമമായി പ്രത്യുൽപാദനം നടത്താൻ കഴിഞ്ഞു. പ്രാണികൾക്ക് നല്ലൊരു ഭക്ഷണ സ്രോതസ്സും ലഭിച്ചു. ഈ പുതിയ ബന്ധം ഭൂമിയിലെ ജീവന്റെ ഗതിയെ മാറ്റിമറിച്ചു. തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, വണ്ടുകൾ തുടങ്ങിയ പ്രാണികൾ പൂക്കളോടൊപ്പം പരിണമിച്ചുണ്ടായി. ഈ ചെടികൾ വളരെ വേഗത്തിൽ ലോകം മുഴുവൻ വ്യാപിച്ചു. ക്രിട്ടേഷ്യസിന്റെ അവസാനമായപ്പോഴേക്കും ഭൂമിയിലെ സസ്യങ്ങളിൽ 90% പൂക്കളുള്ള ചെടികളായിരുന്നു. മാഗ്നോളിയ, അത്തി, വില്ലോ മരങ്ങൾ പോലുള്ളവയുടെ പൂർവികർ ആ കാടുകളിൽ വളർന്നു. അതോടെ അതുവരെ പച്ചയും തവിട്ടും മാത്രമുണ്ടായിരുന്ന ലോകം വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു പൂന്തോട്ടമായി മാറി. സസ്യലോകത്തെ ഈ മാറ്റം ദിനോസറുകളുടെ ജീവിതത്തെയും സ്വാധീനിച്ചു. പുതിയ സസ്യങ്ങൾ ഭക്ഷിക്കാൻ കഴിവുള്ള പുതിയതരം ദിനോസറുകൾ പരിണമിച്ചുണ്ടായി. സോറോപോഡുകൾ അപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ടായിരുന്നു. അർജന്റിനോസോറസിനെ പോലുള്ള ചിലത് എക്കാലത്തെയും വലിയവയായിരുന്നു. എന്നാൽ ക്രിട്ടേഷ്യസിൽ പുതിയ സസ്യഭൂക്കുകൾ താരങ്ങളായി. ഇഗ്വാനോഡോൺ പോലുള്ള ദിനോസറുകൾക്ക് ഭക്ഷണം ചവച്ചരയ്ക്കാൻ പാകത്തിനുള്ള പല്ലുകളുണ്ടായിരുന്നു. അവയുടെ കൈയിലെ പെരുവിരൽ ഒരു കൂർത്ത മുള്ളുപോലെയായിരുന്നു. ഒരുപക്ഷെ പ്രതിരോധത്തിനായിരിക്കാം. ഹാഡ്രോസോറുകൾ അഥവാ താറാവ് ചുണ്ടൻ ദിനോസറുകൾ കൂട്ടമായി ജീവിച്ചു. അവയുടെ വായുടെ മുൻഭാഗം താറാവിൻ്റേതുപോലെ പരന്നതായിരുന്നു. എന്നാൽ ഉള്ളിൽ ആയിരക്കണക്കിന് ചെറിയ പല്ലുകളുണ്ടായിരുന്നു. ഈ പല്ലുകൾ ഉപയോഗിച്ച് അവ കട്ടിയുള്ള ചെടികൾ പോലും അരച്ചു തിന്നു. ചില ഹാഡ്രോസോറുകൾക്ക് തലയിൽ എല്ലുകൊണ്ടുള്ള പൊള്ളയായ ഒരു കിരീടം അഥവാ ക്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരുപക്ഷെ ഒരു കാഹളം പോലെ ശബ്ദമുണ്ടാക്കി ആശയവിനിമയം നടത്താനായിരിക്കാം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ സസ്യഹാരികൾ സെറാടോപ്സിയനുകളായിരുന്നു. ട്രൈസെറാടോപ്സ് ആയിരുന്നു അവയിലെ സൂപ്പർ സ്റ്റാർ. ഒരു ആനയുടെ വലിപ്പമുള്ള, കഴുത്തിനു ചുറ്റും എല്ലിന്റെ ഒരു വലിയ ആവരണം, നെറ്റിയിൽ 2 വലിയ കൊമ്പുകളും മൂക്കിനു മുകളിൽ ഒരു ചെറിയ കൊമ്പുമുള്ള ഈ ജീവി കൂട്ടമായിട്ടായിരിക്കാം ജീവിച്ചിരുന്നത്. അവയുടെ കൊമ്പുകളും ആവരണവും വേട്ടക്കാരിൽ നിന്നുള്ള ഒരു മികച്ച പ്രതിരോധമായിരുന്നു. കവചമണിഞ്ഞ ദിനോസറുകളുടെ ഒരു പുതിയ തലമുറയും ഈ കാലഘട്ടത്തിലുണ്ടായി. ആങ്കിലോസോറസ് എന്ന ജീവി ഒരു ജീവനുള്ള ടാങ്ക് പോലെയായിരുന്നു. അതിന്റെ ശരീരം മുഴുവൻ എല്ലിന്റെ കട്ടിയുള്ള തകിടുകളും മുള്ളുകളും കൊണ്ട് പൊതിഞ്ഞിരുന്നു. അതിന്റെ വാലിന്റെ അറ്റത്ത് എല്ലുകൊണ്ടുള്ള ഒരു വലിയ ഗദ ഉണ്ടായിരുന്നു. ഒരടി കിട്ടിയാൽ ഏത് ഭീമാകാരനായ വേട്ടക്കാരന്റെയും എല്ലൊടിയുമായിരുന്നു. ഈ സസ്യഭുക്കുകളുടെ ലോകത്ത് വേട്ടക്കാരും കൂടുതൽ വലുതും അപകടകാരികളുമായി മാറി.
ജുറാസിക്കിലെ അല്ലോസോറസിന്റെ സ്ഥാനം ക്രെട്ടേഷ്യസിൽ പുതിയൊരു രാജാവ് ഏറ്റെടുത്തു. ഇന്നുവരെ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ, ഒരുപക്ഷെ ഏറ്റവും ഭീകരനായ വേട്ടക്കാരൻ ടൈറാനോസോറസ് റെക്സ് അഥവാ ടി-റെക്സ്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തെ 20 ലക്ഷം വർഷങ്ങളിൽ വടക്കേ അമേരിക്കയിലായിരുന്നു ടി-റെക്സ് ജീവിച്ചിരുന്നത്. ഏകദേശം 40 അടി നീളവും ഒരു ഇരുനില കെട്ടിടത്തിന്റെ ഉയരവുമുള്ള ഈ ഭീകരന് ഒരു വാഴപ്പഴത്തിന്റെ വലിപ്പമുള്ള അറക്കവാള് പോലെ മൂർച്ചയേറിയ പല്ലുകളുണ്ടായിരുന്നു. അതിന്റെ കടിയുടെ ശക്തി ഒരു കാറിനെ ഞെരിച്ചു പൊടിക്കാൻ പോന്നതായിരുന്നു. അതിന്റെ 2 കൈകൾ വളരെ ചെറുതായിരുന്നെങ്കിലും കാലുകൾ വളരെ ശക്തമായിരുന്നു. ടി-റെക്സ് ഒരു വേട്ടക്കാരനായിരുന്നോ അതോ ചത്ത ജീവികളെ ഭക്ഷിക്കുന്ന ഒരു ശവം തീനിയായിരുന്നോ എന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞർക്കിടയിൽ ഇന്നും തർക്കമുണ്ട്. ഒരുപക്ഷെ അത് രണ്ടും ചെയ്തിരിക്കാം. ആകാശത്ത് ടെറോസറുകൾ അവരുടെ ആധിപത്യം തുടർന്നു. ക്വറ്റ്സാൽകോട്ട്ലസ് പോലുള്ള ഭീമൻ ടെറോസറുകൾക്ക് ഒരു ചെറുവിമാനത്തിന്റെ അത്രയും ഏകദേശം 35 അടി ചിറകുവിരിപ്പുണ്ടായിരുന്നു. പക്ഷികളും ഈ കാലഘട്ടത്തിൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ടു. പല്ലുകളുള്ള കടൽ പക്ഷികളെപ്പോലുള്ള ഇക്തിയോർനിസ് പോലുള്ളവയും പല്ലുകളില്ലാത്ത ആധുനിക പക്ഷികളുടെ പൂർവികരും അക്കാലത്ത് ജീവിച്ചിരുന്നു. സമുദ്രങ്ങളിൽ ഇക്തിയോസോറുകൾ അപ്രത്യക്ഷരായിരുന്നു. അവരുടെ സ്ഥാനം മൊസാസോറുകൾ എന്ന ഭീമാകാരമായ കടൽപ്പല്ലികൾ ഏറ്റെടുത്തു. 50 അടിയിലധികം നീളമുള്ള ഈ ഭീകരന്മാർ അന്നത്തെ സമുദ്രങ്ങളിലെ ടീറക്സുകളായിരുന്നു. അവർ മത്സ്യങ്ങളെയും കടലാമകളെയും മറ്റു സമുദ്ര ഉരകങ്ങളെയും എന്തിന് ചെറിയ മൊസാസോറുകളെപ്പോലും ഭക്ഷിച്ചു. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്കും ദിനോസർ സാമ്രാജ്യം അതിന്റെ പ്രതാപത്തിന്റെ കൊടുമുടിയിലായിരുന്നു. കരയിലും കടലിലും ആകാശത്തും ഉരകങ്ങൾ ഭരിച്ചു. ഭൂമി ജീവൻ കൊണ്ട് തുടിച്ചു നിന്നു. 1 കോടി വർഷം കഴിഞ്ഞാലും ഈ ഭരണം ഇങ്ങനെ തന്നെ തുടരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ആരും അറിയാതെ ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ബഹിരാകാശത്തിന്റെ ഇരുട്ടിൽ നിന്ന് ഒരു വലിയ വിപത്ത് ഭൂമിയെ ലക്ഷ്യമാക്കി പാഞ്ഞുവരികയായിരുന്നു. ആ സാമ്രാജ്യത്തിന്റെ അവസാന മണി മുഴങ്ങാൻ ഇനി അധികകാലം വേണ്ടിവരില്ലായിരുന്നു. ഏകദേശം 6.6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തെ ഒരു സാധാരണ ദിവസം വടക്കേ അമേരിക്കയിലെ പുൽമേടുകളിൽ ഒരു വലിയ ട്രൈസറാടോപ്സ് കൂട്ടം ശാന്തമായി മേയുന്നു. കുഞ്ഞുങ്ങൾ കൂട്ടത്തിന്റെ നടുവിൽ സുരക്ഷിതരായി കളിക്കുന്നു. മുതിർന്നവർ ചുറ്റും കാവൽ നിൽക്കുന്നു. ദൂരെ ഒരു വനത്തിന്റെ ഓരത്ത് ഒരു ടൈറാനോസോറസ് റെക്സ് ക്ഷമയോടെ തക്കം പാർത്തിരിക്കുന്നു. അതിന്റെ കണ്ണുകൾ കൂട്ടത്തിലെ ഏറ്റവും ദുർബലമായ ഒന്നിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആകാശത്ത് ഭീമാകാരനായ ഒരു ക്വറ്റ്സാൽകോട്ട്ലസ് അതിന്റെ വലിയ ചിറകുകൾ വിരിച്ച് ചൂടുകാറ്റിൽ ഒഴുകി നീങ്ങുന്നു. താഴെപ്പുഴയിൽ ഒരു മീൻ പിടിക്കാൻ അവസരം നോക്കി. സമുദ്രങ്ങളിൽ ഒരു മൊസാസോർ ഒരു വലിയ കടലാമയെ വേട്ടയാടുന്നു. ഭൂമി മുഴുവൻ ജീവന്റെ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാണ്. ഇലകളുടെ മർമ്മരം, പ്രാണികളുടെ മൂളൽ, ദിനോസറുകളുടെ ഗർജനങ്ങൾ, തിരമാലകളുടെ ഇരമ്പൽ. എന്നാൽ ആരും കാണാതെ ആകാശത്തൊരു പുതിയ നക്ഷത്രം ഉദിച്ചിരുന്നു. പകൽ സമയത്തും കാണാൻ കഴിയുന്നത്ര തിളക്കമുള്ള ഒരു വെള്ളിപ്പൊട്ട്. ഓരോ നിമിഷവും അത് വലുതായി കൂടുതൽ തിളക്കമുള്ളതായി വന്നുകൊണ്ടിരുന്നു. അത് ഭൂമിയെ ലക്ഷ്യമാക്കി പാഞ്ഞുവരുന്ന ഒരു ഭീമാകാരനായ ചിഹ്നഗ്രഹമായിരുന്നു. ഏകദേശം 10 കിലോമീറ്റർ വ്യാസമുള്ള ഒരു പർവ്വതത്തിന്റെ വലുപ്പമുള്ള ഒരു പാറക്കഷ്ണം. സെക്കൻഡിൽ 20 കിലോമീറ്റർ എന്ന സങ്കൽപ്പിക്കാനാവാത്ത വേഗതയിലാണ് അത് സഞ്ചരിച്ചിരുന്നത്. അതിന്റെ ലക്ഷ്യം ഇന്നത്തെ മെക്സിക്കോയിലെ യുക്കറ്റാൻ ഉപദ്വീപായിരുന്നു. ആ പാറക്കഷ്ണം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഘർഷണം കാരണം അതൊരു രണ്ടാം സൂര്യനെ പോലെ ജ്വലിക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട ദിനോസറുകൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. അടുത്ത നിമിഷം ആ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചു. ആ കൂട്ടിയിടിയുടെ ആഘാതം മനുഷ്യചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ അണുബോംബുകളും ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് ശക്തമായിരുന്നു. ആ നിമിഷം ഇടിയുടെ പ്രഭവകേന്ദ്രത്തിന് ചുറ്റുമുള്ള ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ളതെല്ലാം ദിനോസറുകളും ചെടികളും പാറകളും മണ്ണും ഒരുപോലെ ബാഷ്പീകരിച്ചുപോയി. ഒന്നും അവശേഷിച്ചില്ല. ആ ഇടി ഭൂമിയുടെ പുറന്തോടിൽ 180 കിലോമീറ്റർ വ്യാസവും 20 കിലോമീറ്റർ ആഴവുമുള്ള ഒരു ഭീമൻ ഗർത്തം അഥവാ ചിക്സുലുബ് ക്രേറ്റർ സൃഷ്ടിച്ചു. ആ ആഘാതത്തിൽ കോടിക്കണക്കിന് ടൺ പാറയും മണ്ണും പൊടിയും ഉരുകിയ ലാവയും അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു. ഭൂമിയുടെ പുറന്തോട് ഒരു മണി പോലെ വിറച്ചു. റിക്ടർ സ്കെയിലിൽ
11-ലധികം തീവ്രത രേഖപ്പെടുത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പങ്ങൾ ലോകമെമ്പാടുമുണ്ടായി. ഈ ഭൂകമ്പങ്ങൾ മെഗാ സുനാമികൾക്ക് കാരണമായി. കിലോമീറ്ററുകളോളം ഉയരമുള്ള തിരമാലകൾ മണിക്കൂറുകൾക്കുള്ളിൽ ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ആഞ്ഞടിച്ചു. തീരപ്രദേശങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കി. എന്നാൽ ഏറ്റവും ഭീകരമായ വിപത്ത് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്തരീക്ഷത്തിലേക്ക് തെറിച്ചുപോയ പാറക്കഷ്ണങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് തീമഴയായി പെയ്തിറങ്ങാൻ തുടങ്ങി. ഈ ഉൽക്കാവർഷം അന്തരീക്ഷത്തെ ഒരു ഭീമൻ ഓവനിൽ ചൂട് പിടിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വനങ്ങൾ ഒരേ സമയം കത്തിയമരാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് പെയ്യുന്ന തീഗോളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. മാളങ്ങളിൽ ഒളിച്ചവയൊഴികെ കരയിലെ മിക്കവാറും എല്ലാ ജീവികളും ആ അഗ്നിയിൽ വെന്തുമരിച്ചു. അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കുമുള്ളിൽ ഭൂമി ഒരു നരകമായി മാറി. എന്നാൽ യഥാർത്ഥ ദുരന്തം അതായിരുന്നില്ല. കൂട്ടിയിടിയുടെ ഫലമായി അന്തരീക്ഷത്തിലുയർന്ന പൊടിപടലങ്ങളും കത്തിയമർന്ന വനങ്ങളിൽ നിന്നുള്ള പുകയും ഒരു കട്ടിയുള്ള കരിമ്പടം പോലെ ഭൂമിയെ മുഴുവൻ പൊതിഞ്ഞു. സൂര്യരശ്മിക്ക് ഈ പുകമഞ്ഞിനെ തുളച്ചു കയറാൻ കഴിഞ്ഞില്ല. ഭൂമി ഒരു നീണ്ട തണുത്തുറഞ്ഞ രാത്രിയിലേക്ക് പ്രവേശിച്ചു. അതിനെ ഇംപാക്ട് വിന്റർ എന്ന് വിളിക്കുന്നു. സൂര്യപ്രകാശമില്ലാതെ പ്രകാശസംശ്ലേഷണം നിലച്ചു. ചെടികൾ കൂട്ടത്തോടെ നശിച്ചു. ആദ്യം കരയിലും പിന്നീട് സമുദ്രങ്ങളിലും. സസ്യങ്ങളില്ലാതായതോടെ അവയെ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന സസ്യാഹാരികളായ ദിനോസറുകൾ പട്ടിണി കൊണ്ട് ചത്തുവീഴാൻ തുടങ്ങി. ട്രൈസെറാടോപ്സിന്റെയും ഹാഡ്രോസോറുകളുടെയും അവസാന തലമുറ വിശന്നു മരിച്ചു. സസ്യാഹാരികളില്ലാതായതോടെ അവയെ വേട്ടയാടിയിരുന്ന മാംസാഹാരികളും പട്ടിണിലായി. ടീറക്സ് എന്ന ഭീകരനായ രാജാവിനു പോലും പ്രകൃതിയുടെ ഈ നിയമത്തിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതിന്റെ സാമ്രാജ്യം വിശപ്പിന്റെയും ഇരുട്ടിന്റെയും മുന്നിൽ തകർന്നടിഞ്ഞു. മാസങ്ങൾക്കും വർഷങ്ങൾക്കുമുള്ളിൽ ദിനോസറുകളെന്ന 15 കോടി വർഷത്തോളം ഈ ലോകം ഭരിച്ച ആ അത്ഭുത ജീവികളുടെ അവസാനത്തെ കണ്ണിയും ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായി. അതോടൊപ്പം ആകാശത്തിലെ ഭീമന്മാരായ ടെറോസറുകളും സമുദ്രങ്ങളിലെ ഭീകരന്മാരായ മൊസാസോറുകളും പ്ലെസിയോസോറുകളും എന്നേക്കുമായി ഓർമ്മയായി. അമോനൈറ്റുകൾ എന്ന കോടിക്കണക്കിന് വർഷങ്ങളായി സമുദ്രങ്ങളിൽ ജീവിച്ചിരുന്ന ഒച്ചുവർഗത്തിൽപ്പെട്ട ജീവികളും പൂർണ്ണമായി നശിച്ചു. ഭൂമിയിലെ 75% ജീവജാലങ്ങളും ആ ദുരന്തത്തിലില്ലാതായി. ഭൂമി വീണ്ടും നിശബ്ദമായി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും. ദിനോസറുകളുടെ ഗർജനങ്ങളില്ല, ഭീമൻ കാലടികളുടെ മുഴക്കമില്ല. ആ നിശബ്ദമായ തണുത്ത ലോകത്ത് ആ ചാരത്തിനടിയിൽ ചില അതിജീവിച്ചവർ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അവരിൽ ചിലർ ചെറിയ ജീവികളായിരുന്നു, 25 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ളവ. കാരണം വലിയ ജീവികൾക്ക് കൂടുതൽ ഭക്ഷണം വേണമായിരുന്നു. ഈ ദുരന്ത ലോകത്ത് അത് കിട്ടാനില്ലായിരുന്നു. ചില പക്ഷികൾ രക്ഷപ്പെട്ടു. ഒരുപക്ഷെ അവയ്ക്ക് പറന്ന് നടന്ന് ഭക്ഷണം കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവയുടെ പൂർവികരായ ദിനോസറുകളിൽ നിന്ന് വ്യത്യസ്തമായി അവയ്ക്ക് വിത്തുകൾ തിന്ന് ജീവിക്കാൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. ആ പക്ഷികളാണ് ഇന്ന് നമ്മൾ കാണുന്ന കോടിക്കണക്കിന് പക്ഷികളുടെ പൂർവികർ. ഒരു തരത്തിൽ പറഞ്ഞാൽ ദിനോസറുകൾ പൂർണ്ണമായി നശിച്ചില്ല. അവ പക്ഷികളായി നമ്മുടെ കൂടെ ഇന്നും ജീവിക്കുന്നു. ചില ഉഭയജീവികളും ആമകളും മുതലകളും പല്ലികളും പാമ്പുകളും രക്ഷപ്പെട്ടു. അവയുടെ മെല്ലെയുള്ള ഉദാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിസം കാരണം അവയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ദീർഘകാലം കഴിയാൻ സാധിക്കുമായിരുന്നു. പിന്നെ മറ്റൊരു കൂട്ടരും ആ ദുരന്തത്തെ അതിജീവിച്ചു. ദിനോസറുകളുടെ കാലത്ത് അവരുടെ നിഴലിൽ രാത്രിയുടെ മറവിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ആ ചെറിയ രോമമുള്ള ജീവികൾ, സസ്തനികൾ. അവർക്ക് മാളങ്ങൾ കുഴിച്ച് ഭൂമിക്കടിയിൽ ഒളിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആകാശത്തു നിന്ന് വന്ന തീമഴയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അവർ നിശാചാരികളായിരുന്നതുകൊണ്ട് ഇരുണ്ട ലോകവുമായി പൊരുത്തപ്പെടാൻ അവർക്ക് എളുപ്പമായിരുന്നു. അവർക്ക് പ്രാണികളെയും പുഴുക്കളെയും ചെടികളുടെ വേരുകളെയും തിന്ന് വിശപ്പടയ്ക്കാൻ കഴിഞ്ഞു. അവരുടെ ഉഷ്ണരക്തവും രോമക്കുപ്പായവും ആ തണുത്ത ലോകത്ത് അവർക്ക് സംരക്ഷണം നൽകി. വർഷങ്ങൾക്ക് ശേഷം ആ പൊടിപടലങ്ങൾ പതിയെ അടങ്ങി സൂര്യരശ്മി വീണ്ടും ഭൂമിയിൽ പതിച്ചു തുടങ്ങിയപ്പോൾ അവർ ആ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവർ കണ്ടത് ശൂന്യമായ ഒരു ലോകമാണ്. ഭീമാകാരന്മാരായ ദിനോസറുകൾ ഒഴിഞ്ഞുപോയൊരു ലോകം. അതൊരു പുതിയ തുടക്കമായിരുന്നു, സസ്തനികളുടെ തുടക്കം. അടുത്ത അധ്യായം നമ്മുടെ കഥയാണ്. ഛിന്നഗ്രഹ പതനത്തിനു ശേഷമുള്ള ലോകം ഒരു ശ്മശാനഭൂമി പോലെയായിരുന്നു. കത്തിയമർന്ന വനങ്ങളുടെ കരിയും ചാരവും കാറ്റിൽ പറന്നു നടന്നു. അന്തരീക്ഷം വിഷവാതകങ്ങൾ നിറഞ്ഞതായിരുന്നു.
സൂര്യരശ്മിക്ക് ഭൂമിയിലെത്താൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. ആ ഇരുണ്ട തണുത്ത ലോകത്ത് ദിനോസറുകൾ എന്ന ഭീമാകാരന്മാർ ഒഴിഞ്ഞുപോയ സിംഹാസനം ശൂന്യമായി കിടന്നു. ഈ ശൂന്യതയിലേക്കാണ് മാളങ്ങളിൽ നിന്നും മരപ്പൊത്തുകളിൽ നിന്നും നമ്മുടെ പൂർവികരായ സസ്തനികൾ ഭയത്തോടെ പുറത്തു വന്നത്. 15 കോടി വർഷത്തോളം ദിനോസറുകളുടെ നിഴലിൽ ജീവിച്ച എലിയുടെയും അണ്ണാന്റെയും വലുപ്പമുള്ള ആ ചെറിയ ജീവികൾക്ക് ലോകം പെട്ടെന്ന് വലുതായതുപോലെ തോന്നിയിരിക്കാം. ശത്രുക്കളില്ലാത്ത, എതിരാളികളില്ലാത്ത ഒരു പുതിയ ലോകം. അതൊരു സുവർണാവസരമായിരുന്നു. ജീവന്റെ ചരിത്രത്തിൽ പലതവണ സംഭവിച്ചതുപോലെ ഒരു വലിയ വംശനാശം പുതിയ ജീവിവർഗങ്ങൾക്ക് വളരാനുള്ള അവസരമൊരുക്കി. അടുത്ത കാലഘട്ടം പാലിയോജീൻ പീരീഡ് സസ്തനികളുടെ ഈ വളർച്ചയുടെ കഥയാണ്. ഇതിനെ സസ്തനികളുടെ യുഗം എന്ന് വിളിക്കുന്നു. ആദ്യത്തെ കുറച്ചു ദശലക്ഷം വർഷങ്ങൾ സസ്തനികൾ വളരെ സാവധാനത്തിലാണ് വൈവിധ്യവൽക്കരിക്കപ്പെട്ടത്. ഭൂമി ആ ആഘാതത്തിൽ നിന്ന് കരകയറാൻ സമയമെടുത്തു. പന്നൽ ചെടികളായിരുന്നു ആദ്യം വ്യാപകമായി വളർന്നത്. കരിഞ്ഞുണങ്ങിയ ഭൂമിയിൽ അവയൊരു പച്ചപ്പരവതാനി വിരിച്ചു. പതിയെ പതിയെ പൂക്കളുള്ള ചെടികളും മരങ്ങളും തിരിച്ചുവരാൻ തുടങ്ങി. വനങ്ങൾ പുനർജനിച്ചു. ഈ പുതിയ വനങ്ങളിൽ സസ്തനികൾ പല രൂപത്തിലും ഭാവത്തിലും പരിണമിക്കാൻ തുടങ്ങി. ദിനോസറുകൾ ഒഴിഞ്ഞുപോയ ഓരോ ഇടവും അവർ കൈയടക്കാൻ തുടങ്ങി. ചിലർ സസ്യാഹാരികളായി മാറി. പുൽമേടുകൾ അപ്പോഴും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് അവർ പ്രധാനമായും ഇലകളും പഴങ്ങളും വിത്തുകളുമാണ് ഭക്ഷിച്ചത്. പാന്റോലാംഡ പോലുള്ള ആദ്യകാല സസ്യാഹാരികൾക്ക് ഒരാടിന്റെ വലിപ്പമുണ്ടായിരുന്നു. അവ തടിച്ച ശരീരവും ബലമുള്ള കാലുകളുമുള്ള ജീവികളായിരുന്നു. ചിലർ മാംസാഹാരികളായി മാറി. ദിനോസറുകൾക്ക് പകരം പുതിയ വേട്ടക്കാർ രംഗത്തു വന്നു. മെസോനിക്സുകൾ എന്ന ചെന്നായിയെപ്പോലെ തോന്നിക്കുന്ന ജീവികൾക്ക് കാലുകൾക്ക് പകരം കുളമ്പുകളാണുണ്ടായിരുന്നത്. അവ അന്നത്തെ പ്രധാന വേട്ടക്കാരായിരുന്നു. മറ്റു ചിലർ മരങ്ങളിലേക്ക് ചേക്കേറി. ദിനോസറുകളുടെ കാലത്ത് തന്നെ മരങ്ങളിൽ ജീവിച്ചിരുന്ന സസ്തനികളുടെ പിൻഗാമികൾ ഈ പുതിയ ലോകത്ത് കൂടുതൽ ധൈര്യശാലികളായി. അങ്ങനെയാണ് നമ്മുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ജീവികൾ പരിണമിച്ചുണ്ടാകുന്നത്. പ്രൈമേറ്റുകൾ, അതായത് കുരങ്ങുകളുടെയും ആൽക്കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൂർവികർ. ആദ്യത്തെ പ്രൈമേറ്റുകൾ പ്ലീസിയാഡ് ആപ്പിഫോമുകൾ എന്നറിയപ്പെടുന്നു. അവയ്ക്ക് ഇന്നത്തെ അണ്ണാനെപ്പോലെ തോന്നിക്കുന്ന രൂപമായിരുന്നു. മരങ്ങളിൽ ജീവിക്കാൻ പാകത്തിൽ അവയുടെ കൈകാലുകൾക്ക് വസ്തുക്കളെ പിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കണ്ണുകൾ വശങ്ങളിലായിരുന്നതുകൊണ്ട് ഇന്നത്തെ പ്രൈമേറ്റുകളെപ്പോലെ 2 കണ്ണുകൊണ്ടും ഒരേ ബിന്ദുവിൽ നോക്കി ദൂരം കൃത്യമായി മനസ്സിലാക്കാനുള്ള ബൈനോക്കുലർ വിഷൻ അവയ്ക്ക് അത്ര വികസിച്ചിരുന്നില്ല. അവർ പ്രധാനമായും പ്രാണികളെയും പഴങ്ങളെയുമായിരുന്നു ഭക്ഷിച്ചത്. ഏകദേശം 5.6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി വീണ്ടും ഒരു വലിയ കാലാവസ്ഥാ വ്യതിയാനത്തിന് സാക്ഷ്യം വഹിച്ചു. പാലിയോസീൻ ഇയോസ്യൻ തെർമൽ മാക്സിമം അഥവാ PETM എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുകയും ആഗോള താപനില അതിവേഗം വർദ്ധിക്കുകയും ചെയ്തു. വെറും 20,000 വർഷം കൊണ്ട് താപനില 5 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ഈ ചൂടേറിയ ഈർപ്പമുള്ള കാലാവസ്ഥ ഭൂമിയെ ഒരു വലിയ ഉഷ്ണമേഖലാ വനമാക്കി മാറ്റി. ആർട്ടിക് പ്രദേശത്തുപോലും മുതലകളും പനമരങ്ങളും ഉണ്ടായിരുന്നു. ഈ കാലാവസ്ഥ പ്രൈമേറ്റുകളുടെ പരിണാമത്തിന് വലിയൊരു കുതിച്ചുചാട്ടം നൽകി. വനങ്ങൾ ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ അവയോടൊപ്പം പ്രൈമേറ്റുകളും വ്യാപിച്ചു. ഈ ഇയോസീൻ കാലഘട്ടത്തിലാണ് യഥാർത്ഥ പ്രൈമേറ്റുകൾ പരിണമിച്ചുണ്ടാകുന്നത്. അവയ്ക്ക് മുൻഗാമികളിൽ നിന്ന് പല പ്രധാനപ്പെട്ട മാറ്റങ്ങളും ഉണ്ടായിരുന്നു. അവയുടെ കണ്ണുകൾ തലയുടെ മുൻഭാഗത്തേക്ക് വന്നു. ഇത് അവയ്ക്ക് മികച്ച ബൈനോക്കുലർ വിഷൻ നൽകി. മരച്ചില്ലകളിലൂടെ ചാടിപ്പോകുമ്പോൾ ദൂരം കൃത്യമായി അളക്കാൻ ഇത് അത്യാവശ്യമായിരുന്നു. കൈകളിലെയും കാലുകളിലെയും നഖങ്ങൾ പരന്നതായി മാറി. ഇത് മരക്കൊമ്പുകളിൽ കൂടുതൽ നന്നായി പിടിക്കാൻ സഹായിച്ചു. തലച്ചോറ് ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലുതായി. ഡാർവീനിയസ് പോലുള്ള ഫോസിലുകൾ ഈ കാലഘട്ടത്തിലെ പ്രൈമേറ്റുകളുടെ ഉത്തമ ഉദാഹരണമാണ്. ഇട എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഫോസിൽ ഒരു പൂച്ചക്കുട്ടിയുടെ വലിപ്പമുള്ള ഒരു പെണ്ണുകുരങ്ങിൻ്റേതായിരുന്നു. അതിന് കൈകാലുകളും പരന്ന നഖങ്ങളും വലിയ കണ്ണുകളുമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ സസ്തനികളുടെ ലോകത്ത് മറ്റു ചില വലിയ സംഭവങ്ങളും നടന്നു. കരയിലെ ഏറ്റവും വലിയ സസ്തനികൾ ഈ സമയത്താണ് ജീവിച്ചിരുന്നത്. ഇൻട്രിക്കോതീരിയം പിന്നീട് പാരാസെറാതീരിയം എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ ജീവി ഒരു ഭീമാകാരനായ കൊമ്പില്ലാത്ത കണ്ടാമൃഗമായിരുന്നു. ഏകദേശം 18 അടി ഉയരവും 20 ടൺ ഭാരവുമുണ്ടായിരുന്ന ഇത് പല സോറോപോഡ് ദിനോസറുകളോടും കിടപിടിക്കുന്ന വലിപ്പമുള്ളതായിരുന്നു.
അതിലും അത്ഭുതകരമായ പരിണാമം നടന്നത് സമുദ്രങ്ങളിലാണ്. കരയിലെ ചില സസ്തനികൾ ദിനോസറുകൾക്ക് മുൻപുണ്ടായിരുന്ന ഇക്തിയോസോറുകളെ പോലെ തിരികെ കടലിലേക്ക് മടങ്ങി. പാക്കിസിറ്റസ് എന്ന ചെന്നായിയെപ്പോലെ തോന്നിക്കുന്ന ഒരു ജീവിയായിരുന്നു ഈ യാത്രയിലെ ആദ്യത്തെ പഥികളിലൊരാൾ. അത് കരയിൽ ജീവിച്ചിരുന്നെങ്കിലും പുഴകളിൽ ഇര തേടിയിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ ജീവികളുടെ പിൻഗാമികൾ കടൽ ജീവിതവുമായി പൂർണ്ണമായി ഇണങ്ങിച്ചേർന്നു. അവയുടെ പിൻകാലുകൾ അപ്രത്യക്ഷമായി, മുൻകാലുകൾ തുഴയാനുള്ള ഫ്ലിപ്പറുകളായി മാറി. ശരീരം മത്സ്യങ്ങളെപ്പോലെ മിനുസമുള്ളതായി, വാലറ്റത്ത് തിരശ്ചീനമായ ഒരു ഫ്ലൂക്ക് രൂപപ്പെട്ടു. അങ്ങനെയാണ് തിമിംഗലങ്ങളും ഡോൾഫിനുകളും അഥവാ സെറ്റേഷ്യൻസ് പരിണമിച്ചുണ്ടാകുന്നത്. ഇയോസീൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബസിലോസോറസ് എന്ന 60 അടി നീളമുള്ള ഭീമൻ തിമിംഗലം അന്നത്തെ സമുദ്രങ്ങളിലെ ഏറ്റവും വലിയ വേട്ടക്കാരനായിരുന്നു. അതിന് അപ്പോഴും പിൻകാലുകളുടെ ചെറിയ എല്ലുകൾ ശരീരത്തിനുള്ളിൽ അവശേഷിച്ചിരുന്നു. കരയിലെ പൂർവികരുടെ ഒരു ഓർമ്മക്കുറിപ്പ്. ഏകദേശം 3.4 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇയോസീൻ കാലഘട്ടം അവസാനിച്ചപ്പോൾ ഭൂമിയുടെ കാലാവസ്ഥ വീണ്ടും നാടകീയമായി മാറി. അന്റാർട്ടിക്ക ഓസ്ട്രേലിയയിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ട് ദക്ഷിണധ്രുവത്തിലേക്ക് നീങ്ങി. അതോടെ അന്റാർട്ടിക്കയ്ക്ക് ചുറ്റും ഒരു വലിയ സമുദ്രപ്രവാഹം അഥവാ അന്റാർട്ടിക് സർക്കിംപൊളാർ കറന്റ് രൂപപ്പെട്ടു. ഇത് ആ ഭൂഖണ്ഡത്തെ മറ്റു ചൂടുള്ള പ്രവാഹങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി. ഫലമോ അന്റാർട്ടിക്ക തണുപ്പുറഞ്ഞ് ഒരു വലിയ മഞ്ഞുപാളിയായി മാറി. ഭൂമി വീണ്ടും തണുത്ത വരണ്ട ഒരു കാലാവസ്ഥയിലേക്ക് പ്രവേശിച്ചു. അതുവരെ ലോകം ഭരിച്ചിരുന്ന ഉഷ്ണമേഖലാ വനങ്ങൾ ചുരുങ്ങാൻ തുടങ്ങി. അവയുടെ സ്ഥാനത്ത് പുതിയൊരു തരം ആവാസവ്യവസ്ഥ രൂപപ്പെട്ടു: പുൽമേടുകൾ. പുല്ല് എന്ന ചെടി ഒരു വിപ്ലവകാരിയായിരുന്നു. അത് ചുവട്ടിൽ നിന്ന് വളരുന്നതുകൊണ്ട് മൃഗങ്ങൾ മേഞ്ഞാലും അതിന് വീണ്ടും വളരാൻ കഴിയും. ഈ പുതിയ വിശാലമായ പുൽമേടുകൾ സസ്തനികളുടെ പരിണാമത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. കുതിരകൾ, മാനുകൾ, കാണ്ടാമൃഗങ്ങൾ, ഒട്ടകങ്ങൾ തുടങ്ങിയ കുളവുള്ള മൃഗങ്ങൾ ഈ ലോകത്ത് തഴച്ചു വളർന്നു. പുല്ല് തിന്ന് ജീവിക്കാനും തുറന്ന സ്ഥലങ്ങളിൽ വേട്ടക്കാരിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും പാകത്തിൽ അവയുടെ പല്ലുകളും കാലുകളും പരിണമിച്ചു. ഈ മാറുന്ന ലോകത്ത് വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പ്രൈമേറ്റുകൾക്കും മാറ്റങ്ങൾ അനിവാര്യമായി വന്നു. ചിലർ വനങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടി. മറ്റു ചിലർ ഈ പുതിയ തുറന്ന ലോകത്തേക്ക് ഇറങ്ങിവരാൻ നിർബന്ധിതരായി. ആഫ്രിക്കയിലെ പുൽമേടുകളിൽ നമ്മുടെ സ്വന്തം കഥ, മനുഷ്യന്റെ കഥ ആരംഭിക്കാൻ പോവുകയായിരുന്നു. ഭൂമിയുടെ കാലാവസ്ഥ വീണ്ടും തണുത്തു. 500 വർഷങ്ങളായി നീണ്ടുനിന്ന ഹരിതസമൃദ്ധിക്ക് ശേഷം ലോകം കൂടുതൽ വരണ്ടതും ഋതുഭേദങ്ങൾ വ്യക്തമായതുമായ ഒരിടമായി മാറി. ഭൂഖണ്ഡങ്ങൾ അവയുടെ ഇന്നത്തെ സ്ഥാനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഹിമാലയൻ പർവ്വതനിരകൾ ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകവുമായി കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഉയർന്നു പൊങ്ങാൻ തുടങ്ങിയിരുന്നു. ഇത് ആഗോളക്കാറ്റിന്റെ ഗതിയെയും മൺസൂൺ പ്രതിഭാസത്തെയും മാറ്റിമറിച്ചു. ഈ മാറുന്ന ലോകത്ത് പുൽമേടുകൾ എന്ന പുതിയ ആവാസവ്യവസ്ഥ ആഫ്രിക്കയിലും ഏഷ്യയിലും അമേരിക്കൻ സമതലങ്ങളിലും പടർന്നു പിടിച്ചു. ഈ തുറന്ന പുൽമേടുകൾ വനങ്ങളിലെ ഇരുണ്ട സുരക്ഷിതത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതരീതിയാണ് ആവശ്യപ്പെട്ടത്. വേട്ടക്കാരെ ദൂരെ നിന്നേ കാണണം, അവരിൽ നിന്ന് അതിവേഗം ഓടി രക്ഷപ്പെടണം. കട്ടിയുള്ള പുല്ല് ചവച്ചരയ്ക്കാൻ പാകത്തിലുള്ള പല്ലുകൾ വേണം. ഈ വെല്ലുവിളികൾക്ക് മറുപടിയായി കുതിരകളും മാനുകളും കാട്ടുപോത്തുകളും ആനകളും പോലുള്ള ജീവികളുടെ പൂർവികർ പരിണമിച്ചു. അതോടൊപ്പം അവയെ വേട്ടയാടാൻ പൂച്ചകളുടെയും പട്ടികളുടെയും പൂർവികരായ കാർണിവോറകളും രംഗത്തു വന്നു. ഈ പുൽമേടുകളുടെ കടന്നുകയറ്റം വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരായ പ്രൈമേറ്റുകൾക്ക് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ആഫ്രിക്കയിലെ സുവിശാലമായ വനങ്ങൾ പലയിടത്തും തുണ്ടുകളായി മുറിഞ്ഞുപോയി. വനങ്ങളുടെ സ്ഥാനത്ത് പുൽമേടുകളുടെ വലിയ കടൽ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടിപ്പോകാനത്ര ദൂരം. ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രൈമേറ്റ് പൂർവികർക്ക് 2 വഴികളെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന വനങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടി അവിടുത്തെ ജീവിതവുമായി പൊരുത്തപ്പെടുക. ചിമ്പാൻസികളുടെയും ഗൊറില്ലകളുടെയും പൂർവികർ തിരഞ്ഞെടുത്തത് ഈ വഴിയാണ്. അല്ലെങ്കിൽ ധൈര്യം സംഭരിച്ച് മരങ്ങളിൽ നിന്നിറങ്ങി ആ പുതിയതും അപകടം നിറഞ്ഞതുമായ പുൽമേടുകളിലേക്ക് നടക്കുക. നമ്മുടെ വംശപരമ്പര തിരഞ്ഞെടുത്തത് ആ രണ്ടാമത്തെ കഠിനമായ വഴിയായിരുന്നു. ഏകദേശം 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ആ പുൽമേടുകളിൽ ഒരു കൂട്ടം ആൾക്കുരങ്ങുകൾ ആ ചരിത്രപരമായ ചുവടുവെപ്പ് നടത്തി. അവർ മരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി. ആ തീരുമാനം ഈ ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്നതായിരുന്നു. പുൽമേടുകളിലെ ജീവിതം വളരെ അപകടം നിറഞ്ഞതായിരുന്നു. സിംഹങ്ങളുടെയും പുള്ളിപ്പുലികളുടെയും പൂർവികർ ആ പുല്ലുകൾക്കിടയിൽ പതിയിരിപ്പുണ്ടായിരുന്നു. ഉയരമുള്ള പുല്ലുകൾക്കിടയിലൂടെ ദൂരേക്ക് കാഴ്ചയെത്താൻ അവർക്ക് പതിയെ പതിയെ നിവർന്നു നിൽക്കേണ്ടി വന്നു.
2 കാലുകളിൽ നടക്കുന്നത് കൈകളെ സ്വതന്ത്രമാക്കി. ആ സ്വതന്ത്രമായ കൈകൾ പിന്നീട് ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും പഠിച്ചു. അവിടെ നിന്നാണ് മനുഷ്യന്റെ കഥ ആരംഭിക്കുന്നത്. ഓസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, നിയാണ്ടർതാൽ, അങ്ങനെ പല രൂപങ്ങളിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട അതിജീവനത്തിൻ്റെയും പരിണാമത്തിൻ്റെയും കഠിനമായ പാതകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ രൂപപ്പെട്ടു. നമ്മുടെ ഈ കഥ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. കാരണം മനുഷ്യന്റെ കഥ ഭൂമിയുടെ കോടാനുകോടി വർഷത്തെ ചരിത്രത്തിലെ അവസാനത്തെ ഒരു നിമിഷം മാത്രമാണ്. ഒരു വലിയ പുസ്തകത്തിലെ അവസാനത്തെ ഒരു വാക്ക്. ഈ ഓർമ്മകളുടെ പുഴയിലൂടെ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. 1380 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള മഹാവിസ്ഫോടനത്തിന്റെ ആ വലിയ ഏകാന്തതയിൽ നിന്ന് തുടങ്ങി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ജനനം കണ്ടു. തിളച്ചുമറിയുന്ന ഒരു തീഗോളമായിരുന്ന ഭൂമി പതിയെ തണുത്തുറഞ്ഞ് ഒരു നീലരത്നമായി മാറുന്നതിന് നമ്മൾ സാക്ഷികളായി. ആഴക്കടലിന്റെ ഇരുട്ടിൽ ആദ്യത്തെ ജീവന്റെ തുടിപ്പ് കേട്ടു. നിശബ്ദമായ ഒരു ലോകത്തെ ഓക്സിജൻ മാറ്റിമറിച്ചത് കണ്ടു. വിചിത്രജീവികൾ നിറഞ്ഞ കേംബ്രിയൻ സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചു. ചെടികളും മൃഗങ്ങളും കരയിലേക്ക് കയറുന്ന ആ ചരിത്ര നിമിഷം കണ്ടു. ഭീമൻ പ്രാണികളുടെയും ദിനോസറുകളുടെയും ലോകത്ത് ജീവിച്ചു. 3 വലിയ വംശനാശങ്ങളെ അതിജീവിച്ചു. ഒടുവിൽ സസ്തനികൾ ലോകം ഭരിക്കുന്നതും നമ്മുടെ പൂർവികർ മരങ്ങളിൽ നിന്നിറങ്ങുന്നതും വരെ എത്തിനിൽക്കുന്നു. ഓർക്കുക, ഈ യാത്രയിലെ ഓരോ ചുവടുവെപ്പും ഓരോ ജീവിയും ഓരോ ദുരന്തവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാവിസ്ഫോടനത്തിൽ ചിതറിയ ആ നക്ഷത്രധൂളികളാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവിലുമുള്ളത്. സയനോബാക്ടീരിയകൾ പുറത്തുവിട്ട ഓക്സിജനാണ് നാം ഓരോ നിമിഷവും ശ്വസിക്കുന്നത്. നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ മൈറ്റോകോൺട്രിയ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സഹവർത്തിത്വത്തിന്റെ കഥ പറയുന്നു. നമ്മുടെ കൈകളിലെ 5 വിരലുകൾ ചതുപ്പിൽ നിന്ന് കരയിലേക്ക് കയറിയ ആ മത്സ്യത്തിന്റെ ചിറകുകളുടെ ഓർമ്മയാണ്. ഈ കഥ നഷ്ടപ്പെട്ട ലോകങ്ങളുടെ കഥയാണ്. ഭൂമിയിൽ ഇന്നുവരെ ജീവിച്ച 99% ജീവജാലങ്ങളും ഇന്ന് നമ്മോടൊപ്പമില്ല. അവരെല്ലാം ഈ വലിയ പുസ്തകത്തിലെ മാഞ്ഞുപോയ അധ്യായങ്ങളാണ്. നമ്മൾ നഷ്ടപോയവരുടെ പിൻഗാമികൾ മാത്രം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളാണ് പറയുന്നത് എന്ന് ഓർക്കുക. അടുത്ത തവണ ഒരു പുഴയുടെ ഓളങ്ങൾ കാണുമ്പോൾ ഭൂമിയിലെ ആദ്യത്തെ മഴയെയും സമുദ്രങ്ങളെയും ഓർക്കുക. ഒരു കിളിയുടെ പാട്ട് കേൾക്കുമ്പോൾ പറന്നുപോയ ദിനോസറുകളുടെ ഓർമ്മ അതിലുണ്ടെന്നറിയുക. കാരണം നമ്മളെല്ലാം ഈ വലിയ ഓർമ്മകളുടെ പുഴയിലെ ഒരു ഭാഗമാണ്. ഭൂമിയുടെ ഈ അനന്തമായ കഥയിലെ ഒരു ചെറിയ എന്നാൽ അമൂല്യമായ ഒരു കണ്ണി. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയും ഭൂമിയുടെ പല അംശങ്ങളും ചേർന്നതാണ് എന്നർത്ഥം വരുന്ന ഭാഗം.